So, hi, hello, Arjun B. ഫസ്റ്റ് തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് ഇല്ലേ. ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇതേ തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ബാക്കി പോർഷൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം പോയിന്റ്സ് കവർ ചെയ്യുന്ന ഒരു ലൈവ് സെഷൻ ആണ് ഇന്ന്. സോ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഒരു ലൈവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല മാർക്കോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ഒന്നും വേണ്ട, നമുക്ക് ഇത്തവണ റാങ്ക് മേടിച്ചൊക്കെ തന്നെ പാസ്സാവാം. ഓക്കെ, അപ്പോൾ അർജുൻ വി റെഡി അല്ലേ? സോ യെസ്, അർജുൻ വിയോടൊപ്പം ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൊണ്ടുവരിക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. ഓക്കെ, സോ എല്ലാവരും പാസ്സാവണ്ടേ? യെസ്. അപ്പോൾ ഇന്നലത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും എന്നുള്ളത്. സോ ആ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്. ഓക്കെ, അപ്പം നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിന്റെ പാർട്ട് എ ആയ ഓഡിറ്റിങ്ങിന്റെ റിവിഷനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ റിവിഷൻ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഓഡിറ്റിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, പിന്നെ അത് തന്നെ റിപ്പീറ്റഡ്ലി കുറേ കാര്യങ്ങൾ, കുറേ കൺസെപ്റ്റിലൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റി. പുതിയ കുറച്ച് ടേംസ് ഒക്കെ കണ്ടു. സോ യെസ്, എല്ലാവർക്കും എല്ലാം ഓർമ്മ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ യെസ്, ഇന്ന് അപ്പോൾ ഓഡിറ്റ് അഷുറൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്? ഓഡിറ്റിംഗ് എന്താണ്, എന്തിനാണ്, അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓഡിറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വരികയാണ്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഗീവ് സർവീസ് ഓഫ് ഹൈ ക്വാളിറ്റി. ഓഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആര്? ഓഡിറ്ററിനെ അക്വയർ ചെയ്യുന്ന നമ്മുടെ കമ്പനി അല്ലേ? ഓക്കെ, അപ്പോൾ ഓഡിറ്ററിൻ്റെ വർക്ക് എങ്ങനെയുള്ളതായിരിക്കണം? ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സിങ്ക്രണൈസ് ദം വിത്ത് ഗ്ലോബൽ ട്രെൻഡ്സുമായിട്ട് സിങ്ക്രണൈസ് അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ഓഡിറ്ററിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് കമ്പാരബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കൺട്രീസ്. യെസ്, അപ്പം ഓഡിറ്റിങ്ങിൽ നമുക്കൊരു കമ്പാരബിലിറ്റിയുടെ ഒരു പോസിബിലിറ്റി വരണം, അതിൻ്റെ ഒരു ഹൈ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് നമ്മൾ ഹെഡിങ്ങിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ നെയിം. ആൻഡ് ഓഡിറ്റ് അഷുറൻസ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് ഓഡിറ്റ് അഷുറൻസ് എന്നൊക്കെ ചോദ്യം വരാം. 2 മാർക്കിനൊക്കെ ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നമ്മൾ വലിച്ചു വാരിയൊന്നും എഴുതിയില്ലെങ്കിൽ കീ പോയിന്റ് വെച്ചിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. യെസ്. സോ ഓഡിറ്റ് അഷുറൻസ് എന്താണ് നോക്കിയാൽ, ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് എന്തിനായിരുന്നു കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള എന്താണ്, ഓഡിറ്ററിന്റെ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് ഈ ഓഡിറ്റ് അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് ഒരിക്കലും ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു 100% ഒരു ഷുവർട്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി നമുക്ക് എൻഷുർ ചെയ്യില്ല. ഒരു അഷുറൻസ് ആയിരിക്കും, ഒരു റീസണബിൾ അഷുറൻസ് അല്ലെങ്കിൽ ഒരു റീസണബിൾ ഗ്യാരണ്ടി ആയിരിക്കും തരുന്നുണ്ടാവുക. ഇന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റാണ് എന്നാണ് ഓഡിറ്റിംഗ് എന്ത് പറയുന്നത്, അഷ്വർ ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മളിപ്പം നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്ട് മാറ്റർ എന്താണ്? ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്ട് മാറ്റർ. ഓഡിറ്റിംഗ് എന്നൊരു കൺസെപ്റ്റിലെ സബ്ജക്ട് മാറ്റർ. ആ സബ്ജക്ട് മാറ്ററിൻ്റെ എന്താണ് സാറ്റിസ്ഫാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് അഷുറൻസ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ആ ഒരു മെയിൻ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. ദെൻ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെഷർമെന്റ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ആ ഒരു ഓഡിറ്റ് വർക്കിനെ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നതിനെ, ആ ഒരു മെഷർമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.
അതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി, മെഷർമെൻറ്റ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് വർക്ക് എന്ന് നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓഡിറ്റ് വർക്ക് എന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? AICPA ആൻഡ് ICAI ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഓഡിറ്റേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ ഇൻ ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് വർക്ക്. ഈ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരിക്കണം ഓഡിറ്റ് വർക്കിൽ ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ടത്. ഓഡിറ്റർ ആർ എക്സ്പെക്റ്റഡ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റർ ആർ എക്സ്പെക്റ്റഡ് ടു ഗീവ് ഹൈ ക്വാളിറ്റി സർവീസസ്. ഈ ഹൈ ക്വാളിറ്റി സർവീസിലേക്ക് എത്തിക്കാനുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത് ഈ ICAI ആൻഡ് AICPA ആണ്. ആ മെഷർമെൻറ്റ് പേരാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. സോ ഇൻ ഡീറ്റെയിൽ നമുക്ക് പോവാം. ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ആൻഡ് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഒരു 5 മാർക്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. essay ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എന്തിനാണ്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, കീവേഡ്സ് വായിച്ചു വെക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാമിന് സ്കോർ ചെയ്യുന്നു. അതാണ്. ഓക്കെ. സോ ഇത് 5 മാർക്സിനും അതുപോലെ തന്നെ essayക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. സോ കോൺസെൻട്രേറ്റ്. ഓക്കെ. ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മാൻഡേറ്ററി. ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മാൻഡേറ്ററി തന്നെയാണ്. ഓക്കെ. ഫസ്റ്റ് വൺ, പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സ്. പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്. പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ആസ് എൻ ഓഡിറ്റർ, ആസ് എ പേഴ്സൺ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഫീൽഡ് ഓഫ് വർക്കിൽ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആൻഡ് റിപ്പോർട്ടിംഗ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞു, ഓഡിറ്റിംഗ് എന്തിനാണ്, ഒരു എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ആണ്. ആ ഒപ്പീനിയൻ റിപ്പോർട്ടിലൂടെ നമ്മൾ പറയുമ്പോൾ അവിടെയും നമ്മൾ കീപ്പ് ചെയ്യേണ്ട, നമ്മൾ മീൻസ് ഓഡിറ്റർ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് ആണ് തേർഡ് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ, ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റേഴ്സ്. ഇതൊക്കെയാണ് പോയിന്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ഓഫ് ആൻ ഓഡിറ്റർ, അല്ലെങ്കിൽ ആസ് എൻ ഓഡിറ്റർ ആൾക്കുണ്ടാവേണ്ട ടെക്നിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്, പ്രൊഫഷൻസിനെ പറ്റിയാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണം. ഓഫ് കോഴ്സ് ഒരു ഓഡിറ്റർ ICAയുടെ മെമ്പർഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഓഡിറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് ICA നടത്തുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം, അത് പാസ്സാവണം. ഓക്കെ. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ദസ് അവിടെ കിട്ടുന്നുണ്ട്. ദെൻ ടെക്നിക്കൽ നോളജ് എന്ത് ചെയ്യണം, അക്വയർ ചെയ്യണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങും അക്വയർ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ അതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ട്രെയിനിങ്. ഓൺലി എ കോമ്പറ്റന്റ് ഓഡിറ്റർ ക്യാൻ മേക്ക് ദ റൈറ്റ് ജഡ്ജ്മെന്റ്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ളത്? ഈ ഇന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷണലായിട്ടും ടെക്നിക്കലായിട്ടും ഒക്കെ ഒരു സൗണ്ട് നോളജ് ഉള്ള ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു റൈറ്റ് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റാൻഡേർഡ്, അതായത് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ആസ് ആൻ ഓഡിറ്റർ എന്നൊരു സ്റ്റാൻഡേർഡ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡൻസ് ഓഫ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമ്മൾ പറഞ്ഞു ICAയുടെ ഡെഫിനിഷൻ ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ആൻഡ് ഓഡിറ്റർ ഹാവ് ടു satisfy himself that he will be objective, unbiased in all the matters. എല്ലാ മാറ്റേഴ്സിലും അയാൾ എങ്ങനെയായിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം. പ്രിജുഡീഷ്യൽ മൈൻഡോട് കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓഡിറ്റ് വർക്കിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാടില്ല, മറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് പാടില്ല. ആൻഡ് ഹി മസ്റ്റ് ഓൾസോ അപ്പിയർ ടു അതേഴ്സ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ഹി ഹിംസെൽഫ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവർക്കും കൂടെ തോന്നണം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആ ഓഡിറ്റർ വർക്ക് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നത് എന്ന് ആർക്കും തോന്നണം, മറ്റുള്ളവർക്കും തോന്നണം. എന്നാലേ അവരെ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. യെസ്. ആൻഡ് ഇതാണ് സെക്കൻഡ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റർ എന്ന് പറയുന്നത്. ദെൻ ഡ്യൂ പ്രൊഫഷണൽ care, amount of care which reasonable as a prudent auditor would exercise in ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കിനും ബുദ്ധിപരമായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റണം, ഡീൽ ചെയ്യാനായിട്ട് പറ്റണം. അതിൻ്റെ ഡ്യൂ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കെയർ നമ്മളെപ്പോഴും സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതിൽ ഒരുപാട് കൺസെപ്റ്റിലേക്ക് പോകാനും മാത്രമുള്ള കാര്യം ഇല്ലാതെ. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, 3 സ്റ്റാൻഡേർഡ്സ് ആണ് അതിലും വരുന്നത്. പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ ഇസ് ഫസ്റ്റ് വൺ. പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ നമ്മൾ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ്
യെസ്, ഇൻകം ടാക്സ് ആൻഡ് GST കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുന്നുണ്ടാവും. അതിൻ്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബൈ നൗ കിട്ടിയിട്ടുണ്ടാവും. യെസ്, ഡു ചെക്ക്. ആൻഡ് ഇപ്പം നമുക്ക് ഓഡിറ്റിംഗ് സെറ്റാക്കിയിട്ട് ഐ തിങ്ക് 17-18 ദിവസങ്ങളിലാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ എന്ത് വരുന്നത്, ലൈവ് വരുന്നത്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഇപ്പം നമുക്ക് ഓഡിറ്റിംഗ് സെറ്റാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ലൈവിൽ അതും സെറ്റാക്കാം. സോ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വരുന്ന ദിവസങ്ങളിൽ ലൈവ് മിസ്സാവാതിരിക്കുക. റെക്കോർഡിങ്സ് എനിവേ അവൈലബിൾ ആയിരിക്കും, ബട്ട് ലൈവ് മിസ്സാവാതെ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ ദെൻ നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നു. ഡെവലപ്പ് ആൻഡ് ഓവറോൾ സ്ട്രാറ്റജി. സ്റ്റാൻഡേർഡ് പറയുന്നത് ഒരു ഓഡിറ്റ് വർക്കിന് ഒരു ഓവറോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഓഡിറ്റ് വർക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഓവറോൾ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്കിൽ ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് ഇത് മാൻഡേറ്ററി തന്നെയാണ്. ആൻഡ് ഡയറക്റ്റിംഗ് ദ വർക്ക് ഓഫ് അസിസ്റ്റന്റ്. ഓഡിറ്റർ ഒരിക്കലും ഒറ്റയ്ക്ക് വന്നിട്ട് ഈ എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുകയല്ല. ആൾക്ക് സ്റ്റാഫ് ഉണ്ടാവും, ജൂനിയേഴ്സ് ഉണ്ടാവും, ആർട്ടിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാവും. ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അവരുടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഓഡിറ്ററിൻ്റെ അസിസ്റ്റൻസിനെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ വർക്ക് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫീൽഡ് വർക്കിൽ ആര് പറയുന്നത്, ICA ആൻഡ് AACPA പറയുന്നത്. യെസ്, ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ ആണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. പ്രോപ്പർ സ്റ്റഡി ആൻഡ് എക്സാമിനേഷൻ. ഇന്റേണൽ കൺട്രോൾ നമ്മളൊരു ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു എൻറ്റിറ്റി നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. സഫിഷ്യൻറ്റ് എവിഡൻസ്, നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞതാണ്. എവിഡൻസ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫീൽഡ് വർക്കിൽ കണ്ടിന്യൂ നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ coming to the point of standards of reporting standards നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മാത്രമല്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ എന്താണ് നോക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലായിരിക്കണം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ കൺഫോമിറ്റിയിലായിരിക്കണം എന്ത് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഓഡിറ്റ് റിപ്പോർട്ട് ഷാൽ സ്റ്റേറ്റ് വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ഗാപ്പ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്, നമ്മുടെ ഓഡിറ്റർ. അതെന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ഓൺ റിപ്പോർട്ടിംഗ്. യെസ്, കൺസിസ്റ്റൻസി ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കീപ്പ് ചെയ്തിട്ട് വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതെന്ന് കൺഫേം ചെയ്യണം. ആൻഡ് ഓൾസോ ആ ഫോളോ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിന് എന്തുണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഇതും ആര് എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്, ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. അത് മാൻഡേറ്ററി ആയിട്ട് എൻഷുർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. Adequacy of information disclosed. Judge the informations are sufficient for proper presentation. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവരുടെ പ്രസൻറ്റേഷനിലുള്ളത് ഇൻഫർമേഷൻസ് സഫിഷ്യൻ്റ് ആണ്, ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ യൂസറിന് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഇൻഫർമേഷൻസ് സഫിഷ്യൻ്റ് ആണെന്ന് ആര് ഉറപ്പുവരുത്തണം, ഓഡിറ്റർ ഉറപ്പുവരുത്തണം. ദെൻ എക്സ്പ്രസ് ആൻഡ് ഒപ്പീനിയൻ. എക്സ്പ്രസ് ആൻഡ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ്. യെസ്, സോ ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിന് രണ്ട് ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. സ്കോപ്പ് പാരഗ്രാഫ് ഉണ്ട്, ഒപ്പീനിയൻ പാരഗ്രാഫ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് രണ്ട് രീതിയിൽ ഉണ്ടാവാം. ഫസ്റ്റ് വൺ ഇസ് അൺക്വാളിഫൈഡ്, ദെൻ ക്വാളിഫൈഡ്. അൺക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേമിൽ നിന്ന് തോന്നാം ഇതാണ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് എന്നുള്ളത്, ബട്ട് അല്ല. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നതാണ് അതൊരു നെഗറ്റീവ് റിപ്പോർട്ടാണെന്നാണ് നമുക്ക് അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യപ്പെടാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക നെഗറ്റീവ് സെൻസ് ആയിരിക്കും തോന്നുക, പക്ഷേ അല്ല, അതാണ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് എന്നുള്ളത്. ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ടായിരിക്കും. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ഈ സംഭവം എക്സാമിന് എഴുതി വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പേർപ്പസ്. ഇത് ഓപ്പോസിറ്റ് ആണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മറ്റു പേരുകൾ നോക്കിയേ, ഇറ്റ്സ് എ ക്ലീൻ റിപ്പോർട്ട്, ആൻഡ് അതുപോലെ തന്നെ ഇറ്റ്സ് എ പോസിറ്റീവ് റിപ്പോർട്ട്, ഓൾസോ ഇറ്റ്സ് എ കൺവെൻഷണൽ
റിപ്പോർട്ട്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഡയറക്ടേഴ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ഓഡിറ്ററിന് കൊടുത്ത ഇൻഫർമേഷൻസിൽ ആ നടത്തിയ എക്സാമിനേഷനിൽ ആര് സാറ്റിസ്ഫാക്ഷണറി ആണ്, ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് ആണ്, എന്താ പറയുക, examination was good enough and our financial statement is reliable, authenticity ഉണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിനെയാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ക്വാളിഫൈഡ് ആണെങ്കിൽ എന്താണ്? if auditor is not satisfied with any information given by, ആരാണ് ഗിവൺ ചെയ്യുന്നത്? ഡയറക്ടേഴ്സ് ആവാം, അതുപോലെ തന്നെ മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റിലുള്ള ആളാണല്ലോ ഡയറക്ടേഴ്സ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ടൈം ബോംബ് എന്ന് പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ടേമാണ് ടൈം ബോംബ്, വിച്ച് ഹാസ് എ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ്. ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു ലോങ് ടൈം കോൺസിക്വൻസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രൊഫഷണൽ ഓഡിറ്റർ വന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ എന്ന് പറയുന്നത്, അതിൻ്റെ റീസണും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാവും. അത് ഏത് രീതിയിലാണെന്ന് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല. ബട്ട് സ്റ്റിൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് തരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രിപ്പയർ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടൈം ബോംബ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓഡിറ്റർ ഇൻസേർട്സ് എനി ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് എന്നൊക്കെ അവർ ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതെന്തായിരിക്കും? ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ആയിരിക്കും. യെസ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് കോൺസിക്വൻസ്. ആൻഡ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മറ്റ് നെയിംസ് നിങ്ങൾ ഓർത്തിരിക്കുക: ക്ലീൻ റിപ്പോർട്ട്, പോസിറ്റീവ് റിപ്പോർട്ട്, കൺവെൻഷണൽ റിപ്പോർട്ട്. യെസ്, സോ ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ്. ഓഡിറ്റ് എന്നൊരു വർക്കിനെ, ഓഡിറ്റ് ഈസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ, ഈ ഒരു എക്സാമിനേഷനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ്, നോക്കിയേ എന്താണ് ഫസ്റ്റ് വൺ? ഇൻറ്റിഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ കീ പോയിന്റ്സ് എന്നുള്ളത്. ഈ പോയിന്റ്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. എപ്പോഴാണ്? പ്രൊഫഷണൽ വർക്കിൽ ആണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആൻഡ് അപ്പിയർ ടു ബി ഫ്രീ ഓഫ് എനി ഇൻട്രസ്റ്റ്, അതായത് മറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് പാടില്ല. ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ സ്കിൽ ആൻഡ് കോമ്പീറ്റൻസ്. ഓഡിറ്റർ ഷുഡ് ഹാവ് പ്രൊഫഷണൽ സ്കിൽ ആൻഡ് കോമ്പീറ്റൻസ്. അതെങ്ങനെയാണ്? അഡിക്വേറ്റ് ട്രെയിനിങ് എടുക്കണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, കോമ്പീറ്റൻസ് ഇൻ ഓഡിറ്റിംഗ്. യെസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആളെങ്ങനെയായിരിക്കും? പ്രൊഫഷണൽ കോമ്പീറ്റൻസ് സ്കില്ലുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യെസ്, ഓക്കെ, അതിനകത്ത് ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല. മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് അത് എന്തിനാണ് അങ്ങനെ ഒരു സ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ബിക്കോസ് ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് എ റീസണബിൾ ജഡ്ജ്മെന്റ്. ഒരു റീസണബിൾ ജഡ്ജ്മെന്റ് നടത്തേണ്ട ഒരാളാണ്. ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. വാട്ട് ഡസ് ദറ്റ് മീൻ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൊഫഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് എന്നൊരു പ്രോസസ്സിലൂടെ ഒരു വലിയ ഫിനാൻഷ്യൽ, വലുതോ ചെറുതോ ഏത് രീതിയിലുള്ള ഒരു എൻറ്റിറ്റി ആയാലും ഒരു കമ്പനി ആയാലും അതിൻ്റെ ഒരുപാട് സീക്രട്ട് ഡേറ്റാസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വൗച്ചേഴ്സ് ആയിക്കോട്ടെ, ബിൽസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസ് ഈസ് പാസിങ് ത്രൂ ദം. ഓഡിറ്റേഴ്സിലൂടെയും അവരുടെ സ്റ്റാഫിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ വിശ്വസിച്ചാണ് ഇവരെ ഏൽപ്പിക്കുന്നത്, ജസ്റ്റ് ബിക്കോസ് അവർ കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഗവേണിംഗ് പ്രിൻസിപ്പിളാണ് എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി. കീപ് ദ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, നമ്മൾ പറഞ്ഞു ഇൻ സേഫ് കസ്റ്റഡി. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ആ വർക്കിംഗ് പേപ്പേഴ്സ് എല്ലാം സേഫ് കസ്റ്റഡിയിൽ വെക്കണം. ആ ഓഡിറ്റ് വർക്കിംഗ്, ഒരു കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിനകത്ത് ഈവൻ ദോ അത്
ആരുടെ പ്രോപ്പർട്ടിയാണ്? ഓഡിറ്ററിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ദ ഡേറ്റാസ് ഇൻവോൾവ് ഇൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദറ്റ് സ്പെസിഫിക് കമ്പനി. ആ കമ്പനിയുടെ ഡേറ്റാസ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടാനോ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ പ്രൊഫഷണലി ഹി മസ്റ്റ് ബി കോൺഫിഡൻഷ്യൽ ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രിക്ട് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഓഡിറ്റ് ഇൻഫർമേഷൻ. ആളുടെ കയ്യിലുള്ള ഓഡിറ്റ് ഇൻഫർമേഷൻസിലൊക്കെ ഒരു സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഗവേണിംഗ് പ്രിൻസിപ്പിൾ. ദെൻ വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റൻസ് ഉണ്ടാവും, അവരുടെ വർക്കിനെ എന്ത് ചെയ്യണം, എപ്പോഴും സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. ദെൻ ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷനിൽ എന്താണ് പറയുന്നത്? പ്രിസർവ് ഓൾ ഡോക്യുമെന്റ്സ് അക്കോർഡിംഗ് ടു ദെയർ മെറ്റീരിയാലിറ്റി. ഓരോ ഡോക്യുമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, മെറ്റീരിയാലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യണം, ഓഡിറ്റർ എല്ലാ ഡോക്യുമെന്റ്സും പ്രിസർവ് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു ഗവേണിംഗ് പ്രിൻസിപ്പിൾസിൽ. ദെൻ പ്ലാനിങ്ങിൽ എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോപ്പർ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാം പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എപ്പോഴാണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ പ്ലാനിങ് ഈസ് ഓൾസോ കംപ്ലീറ്റഡ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഓഡിറ്റർ ഹാസ് ടു കളക്ട് എവിഡൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എവിഡൻസിന്റെ ബേസിലല്ലേ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എക്സാമിൻ ചെയ്യുന്നത്. സോ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എക്സാമിൻ ചെയ്യേണ്ട ആ ഒരു ഓഡിറ്റ് എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. ദെൻ ആ ഒരു ബേസിലായിരിക്കും, എവിഡൻസിന്റെ ബേസിലായിരിക്കും ആര് ഇത് ചെയ്യുന്നത്, ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്ന ഓഡിറ്റർ. ദെൻ ഈ എവിഡൻസിനകത്ത് എന്തൊക്കെ വരും? ബിൽസ് ഉണ്ടാവും, വൗച്ചേഴ്സ് ഉണ്ടാവും, റെസിപ്റ്റ്സ് ഉണ്ടാവും, ഇൻവോയ്സ് ഉണ്ടാവും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ത്? ഇതുപോലെ ഒരുപാട് ഡേറ്റാസ് അല്ലെങ്കിൽ ഒരുപാട് എവിഡൻസുകൾ ഇവരുടെ കയ്യിലൂടെ പോകുന്നുണ്ട്. സോ ഇതെല്ലാം സേഫ് കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കണം. അതിൽ ഇൻഫർമേഷൻസ് ഒന്നും ലീക്ക് ചെയ്യാനുള്ളതല്ല. അങ്ങനെ ഒരു ഓഡിറ്റ് പെർഫോം ചെയ്യാൻ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്നില്ല. ദെൻ എങ്ങനെയൊക്കെ ഈ ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എൻക്വയറി, കൺഫർമേഷൻ, കമ്പ്യൂട്ടേഷൻ ആൻഡ് അനലിറ്റിക്കൽ റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാം, ഓഡിറ്ററിന് ഈ ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യാം. യെസ്. ദെൻ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് കൺട്രോൾ. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റം ആയിക്കോട്ടെ, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആയിക്കോട്ടെ, എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണം. അത് സൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് അത് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ പോകുന്ന ഒരു രീതി അൺസൗണ്ട് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉള്ളവരുടത്തേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ കമ്പാരിറ്റീവ്ലി നടത്തേണ്ട ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. നമുക്ക് കുറേയൊക്കെ എവിഡൻസുകളിൽ നമുക്ക് റിലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം, ഇന്റേണൽ കൺട്രോൾ ഒക്കെ നടന്നു പോകുന്നുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നെക്സ്റ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമുക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. സോ അത്രയേ ഉള്ളൂ. പിന്നെ കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. റിവ്യൂ ആൻഡ് അസസ് ദ കൺക്ലൂഷൻസ് ആൻഡ് ക്ലിയർ റിട്ടേൺ ഒപ്പീനിയൻ. ക്ലിയർ റിട്ടേൺ ഒപ്പീനിയൻ എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട്. യെസ്, സോറി, റിപ്പോർട്ടിന് എന്തൊരു പ്രശ്നം? യെസ്, റിപ്പോർട്ടിന് പ്രശ്നമില്ല. ഓക്കെ, ദെൻ എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്? ബേസിക് കൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്? എവിഡൻസ്, ഡ്യൂ ഓഡിറ്റ് കെയർ, ഫെയർ റെപ്രസെൻറ്റേഷൻ, ഇൻഡിപെൻഡൻസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട്. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനോട് കൂടി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 5 മാർക്സും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മെയിൻ പോയിന്റ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പകുതി മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഈ വേർഡിങ്സ് ഒന്നും നമുക്ക് പുതിയതല്ല. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്ക് തന്നെ ഇതൊന്ന് എലാബറേറ്റ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ടാസ്ക്. ഓക്കെ, എവിഡൻസ് എന്താണ്? കളക്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിൻ്റെ ബേസിലായിരിക്കണം ഒപ്പീനിയൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്യൂ ഓഡിറ്റ് കെയർ ഉണ്ടായിരിക്കണം, അല്ലേ? ഡ്യൂ ഓഡിറ്റ് കെയർ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോഴും പറഞ്ഞതാണ്. ഫെയർ റെപ്രസെൻറ്റേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള പ്രസൻറ്റേഷൻ ഫെയർ ആണെന്ന് ആര് ഓതറൈസ് ചെയ്യണം? ഓഡിറ്റർ ഓതറൈസ് ചെയ്യണം. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ട് പാടില്ല, മറ്റു ഇൻട്രസ്റ്റുകളിൽ ബയസ്ഡ് ആവാനായിട്ട് പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. എത്തിക്കൽ കണ്ടക്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എത്തിക്കൽ കണ്ടക്ട് എന്ത് ചെയ്യണം? കീപ്പ്
ചെയ്യണം. ആൻഡ് ഈ ഒരു 5 പോയിന്റ്സ് ഓർത്തിരിക്കാൻ ഇവിടെ ഒരു ചെറിയ മെമ്മറി ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സെന്റൻസ് അങ്ങോട്ട് പഠിക്കുക. ഇൻഡിപെൻഡന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എവിഡൻസ് വിത്ത് ഡ്യൂ കെയർ ഈസ് എൻ എത്തിക്കൽ കണ്ടക്ട്. ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചു വെക്കുക. ഈ സെന്റൻസുകളെ വാക്കുകൾ ഫസ്റ്റ് വൺ 4th പോയിന്റ് ആണ് ഫസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഫെയർ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എവിഡൻസ് അതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂ എന്ത് കെയർ ആണ്? ഡ്യൂ ഓഡിറ്റ് കെയർ. ഒരു ഓഡിറ്റ് എന്ന വാക്കുകൂടെ ആഡ് ചെയ്താൽ ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് മറന്നു പോകാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ ഒരൊറ്റ സെന്റൻസ് പഠിച്ചു വെക്കാം. ഇൻഡിപെൻഡന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എവിഡൻസ് വിത്ത് ഡ്യൂ കെയർ ഇസ് ആൻ എത്തിക്കൽ കണ്ടക്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്, അതൊരു മെമ്മറി ടെക്നിക്കായിട്ട് മാത്രം കരുതുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെമ്മറി ടെക്നിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഫോളോ ചെയ്യുക. എല്ലാം ഈ ഒരു ഇതുപോലെ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് വേ ഓഫ് ക്രിയേറ്റിംഗ് ഒരു മെമ്മറി ടെക്നിക്. ഇതുപോലെ നിങ്ങൾക്ക് സെന്റൻസുകളായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ ആയിട്ടോ നിമോണിംസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പം ഇതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഒരു മെമ്മറി ടെക്നിക്ക് കാണിച്ചതേ ഉള്ളൂ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് മെമ്മറി ടെക്നിക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, സ്കിപ്പ് ഇറ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസ്. എന്താണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസ്? എന്തിനാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ വർക്കിന് ഒരു ഹൈ ക്വാളിറ്റി വേണം, അതിൻ്റെ പെർഫോമൻസിന് ഒരു ഹൈ ക്വാളിറ്റി വേണം എന്നുള്ളത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് ഉള്ളത്. സോ കൗൺസിൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഇഷ്യൂയിങ് ഈ 4 കാര്യങ്ങൾ: സ്റ്റേറ്റ്മെന്റ്സ്, ഗൈഡ് നോട്ട്സ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രാക്ടീസസ്. ഇത്രയും കാര്യങ്ങൾ. ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് വിച്ച് ആർ ക്രിട്ടിക്കൽ ഫോർ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ഓഡിറ്റ്. പ്രോപ്പർ ആയിട്ടൊരു ഓഡിറ്റ് വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്? കൗൺസിലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ഓഡിറ്റിംഗ് കൗൺസിലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആവേണ്ടത് എന്നുള്ളത് പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ എന്താണ്? റെക്കമെൻഡറി ഇൻ നേച്ചർ. ഗൈഡ് നോട്ട്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സിനുള്ള ഗൈഡൻസ് ആണ്. അത് റെക്കമെൻഡറി ആണ്. ഇത് ഒരു റെക്കമെൻഡേഷൻ ആണ്, അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അത് വേണോ വേണ്ടയോ എന്നുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പക്ഷേ റെക്കമെൻഡറി അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാൻഡേറ്ററി ആയിട്ടും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കൗൺസിൽ പറയുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് എന്താണ്? എയിംഡ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡേർഡ് ആസ് ഹൈ ക്വാളിറ്റി ഓഡിറ്റ്. ഹൈ ക്വാളിറ്റി ഓഡിറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രാക്ടീസസ് ഉള്ളത്. സോ കൗൺസിൽ ഇഷ്യൂ ചെയ്യുന്ന ഈ 4 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് 2 രീതിയിലാവാം. അക്കൗണ്ടിങ് മാറ്റേഴ്സിലും ആവാം, ഓഡിറ്റിംഗ് മാറ്റേഴ്സിലും ആവാം. ഈ എല്ലാ മാറ്റേഴ്സിലും ഈ നമ്മുടെ ഓഡിറ്ററിന് ഒരു തെറോ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ജനറൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. ജനറൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി നമ്മൾ നേരത്തെ ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എവിഡൻസ് ഓർ മെറ്റീരിയാലിറ്റി. എവിഡൻസിനെ കളക്ട് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിനെ ഒപ്പീനിയൻസ് ഫ്രെയിം ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഇനഫ് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ നടന്നിട്ടുണ്ടാവണം. ഡിസ്ക്ലോഷേഴ്സ് വേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. യെസ്. ദെൻ പ്രൊഫഷണൽ എത്തിക്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്. യെസ്. ആൻഡ് ഇത്രയുമായിരുന്നു നമ്മൾ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞു വെച്ചിരുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്, SAP പ്രിൻസിപ്പിൾസിൻ്റെ കാര്യം. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് ഇന്നലെ പഠിച്ചു നിർത്തിയത് ടെസ്റ്റ് ചെക്കിങ് എന്താണ്, അതുപോലെ തന്നെ റൂട്ടീൻ ചെക്കിങ് എന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾക്കുണ്ട്, പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സർപ്രൈസ് ചെക്കിങ്. അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും.
സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് ചെക്കിങ് എന്താണ്, ഇതൊരു പാർഷ്യൽ ഓഡിറ്റ് ആണ്. ടെസ്റ്റ് ചെക്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ പാർഷ്യൽ ഓഡിറ്റ്. അതുപോലെ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടുള്ള ഒരു ഓഡിറ്റിനെയാണ് ടെസ്റ്റ് ചെക്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വാൾട്ടർ ബിമേറ്റ്സ് ഓഫ് അമേരിക്ക ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് ചെക്കിംഗ് മീൻസ് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി റൂട്ടീൻ ചെക്കിംഗ് എന്താണ്? ദ ഓഡിറ്റർ ചെക്ക് ദ പ്രൈമറി എൻട്രി ലെഡ്ജർ വിത്ത് റെഫറൻസ് ടു ദ vouchers. He also check casting, posting, calculation, additional and balancing in vouchers to support the entries made in original entry. ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട കീവേഡ് എന്താണെന്ന് നോക്കിയേ. ദ പ്രോസസ് ഓഫ് ചെക്കിംഗ് സച്ച് as posting, casting, balancing and subsidiary are done in routine manner by the auditor is called routine checking. Simple. പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ? യെസ്. ഈ സർപ്രൈസ് ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇൻറ്റിമേറ്റ് ചെയ്ത് ചെന്ന് ഓഡിറ്റിംഗ് പേർപ്പസ് നടക്കും. ഇപ്പം നമ്മൾ ഇന്ന ദിവസം വരും, ഇന്ന ദിവസമായിരിക്കും നമ്മൾ ഓഡിറ്റിംഗ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻഡ് ആയിരിക്കും. നമ്മൾ ഇന്നലെ പഠിച്ച പോലെ എറേഴ്സിൻ്റെ കേസ് പ്രശ്നമില്ല. ഫ്രോഡ് ഒക്കെ നടത്തുന്നുണ്ട്, അവർ വിജിലൻ്റ് ആയിരിക്കും, അവർ ക്ലെവർ ആയിട്ടായിരിക്കും ആ ഒരു ഫ്രോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ വിജിലൻ്റ് ആവും. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ സർപ്രൈസ് ആയിട്ട് ചെക്കിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് സർപ്രൈസ് ചെക്കിംഗ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദെൻ ഈ റൂട്ടീൻ ചെക്കിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ഓഫ് റൂട്ടീൻ ചെക്കിംഗ്. റൂട്ടീൻ ചെക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ക്ലറിക്കൽ എറേഴ്സ് എന്തെങ്കിലും വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടീൻ ചെക്കിങ് നമ്മൾ നടത്തുന്നത്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യപ്പെടുന്നു, പോസ്റ്റിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്നില്ല, സിമ്പിൾ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ നമുക്ക് അപ്പം തന്നെ റിവീൽ ചെയ്ത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകാം. ചെക്കിങ് ഹെൽപ്സ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. സിമ്പിളാണ്. റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഓഡിറ്റിംഗ് വർക്കിനെ നമ്മൾ കുറച്ചും കൂടെ ഈസി ആക്കും. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? യെസ്, routine checking cannot reveal errors of principle and fraud cleverly laid out. നേരത്തെ പറഞ്ഞ പോലെ വളരെ ബുദ്ധി ഉപയോഗിച്ച് വളരെ ബുദ്ധിപരമായിട്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര പോളിഷ്ഡ് ആയിട്ടൊരു ഫ്രോഡ് ചെയ്താൽ അത് കണ്ടുപിടിക്കാൻ ഈ റൂട്ടീൻ ചെക്കിങ് കൊണ്ട് മതിയാവില്ല. ആൻഡ് ഓൾസോ എറർ ഓഫ് പ്രിൻസിപ്പിൾസും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് റൂട്ടീൻ ചെക്കിങ് ഈസ് നോട്ട് ഇനഫ് എന്നാണ് ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഇറ്റ് റിവീൽസ് എനി സിമ്പിൾ എറേഴ്സ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എറേഴ്സ് വരെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആവുകയാണ്. ആ ഒരു രീതിയിലാണ് പറയുന്നത്. പ്യുവർലി മെക്കാനിക്കൽ ചെക്കിംഗ് ആണ്. അതുപോലെ തന്നെ കനോട്ട് ബി എ ഫുൾ പ്രൂഫ്. അത് ഇറ്റ് ഡസ് നോട്ട് ഗോ ബിയോണ്ട് ദ ബുക്ക്, ബിഹൈൻഡ് ദ ബുക്ക്. ആ ഒരു ബുക്സിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ബുക്സിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ബോക്സിലേക്ക് വരുന്ന എൻട്രീസിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നും നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നില്ല ഈ റൂട്ടീൻ ചെക്കിങ്ങിൽ. അപ്പോൾ അത് ഒരു ഫുൾ പ്രൂഫ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദെൻ സ്മോൾ ബിസിനസ്സിലാണ് ഇത് കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളത്. ലാർജ് സ്കെയിൽ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ റൂട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വിൽ ബി എ ബിഗ് ടാസ്ക്. ഓക്കെ, ദെൻ നമുക്ക് ഓഡിറ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം. ഓഡിറ്റിങ്ങിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്ക് 5 കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ 4 കാര്യങ്ങളാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ബിസിനസ് അനുസരിച്ചിട്ട് നമ്മൾ ഓഡിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ റെഗുലേഷൻ വഴി പറയുവാണ് അവിടെ ഒരു ഓഡിറ്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ ഓഡിറ്റ് നടത്തേണ്ടത് കമ്പൽസറി ആണെന്ന് പറയുവാണെങ്കിൽ അതാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ തന്നെ ബാങ്കിങ് കമ്പനി, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻഷുറൻസ് കമ്പനി, പബ്ലിക് ചാരിറ്റബിൾ കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ എന്ത് ഇതാണ്? മാൻഡറ്ററി ആണ്. ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഓഡിറ്റിൻ്റെ പേരെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ആണ് അടുത്തത്. പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രൈസിന് ചിലയിടത്ത് എന്തായിരിക്കില്ല, ഓഡിറ്റ് കമ്പൽസറി ആയിരിക്കില്ല, പക്ഷെ അവർക്ക് വേണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഓഡിറ്റ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് നടത്തുന്ന ഓഡിറ്റിനെയാണ് അത് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓണർ. ഓണേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റ് നടത്താം.
സോ പാർട്ട്ണർഷിപ്പും എന്താ പറയുക ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിഫറൻസ് പറയാൻ ഇപ്പോൾ ഇവിടെ എന്താ കാര്യം? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തേണ്ട ഒരു കമ്പനിയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതുപോലെ തന്നെ പ്രൈവറ്റ് ജനറൽ ഓഡിറ്റ് നടക്കുന്ന ഒരു കമ്പനിയാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ളത്. സോ 2 രീതിയിലുള്ള ഓഡിറ്റ് ആയിരിക്കും ഈ 2 കമ്പനിയിൽ നടക്കുക. ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ഇവിടെ എന്താ പറയുക ഡിഫറൻസ് കാണുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞു. നെസസിറ്റി ഓഫ് ഓഡിറ്റ് ആവശ്യമുണ്ടോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവിടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ് നടക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അവിടെ കമ്പൽസറി ഓഡിറ്റ് ആണ് നടക്കേണ്ടത്. കമ്പൽസറി അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്ത് നടക്കണം? ഓഡിറ്റിംഗ് വർക്ക് നടക്കണം എന്നുള്ളത്. പാർട്ട്ണർഷിപ്പിൽ ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ മ്യൂച്വൽ എഗ്രിമെന്റിൽ നടക്കണോ വേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം. ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കായിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കും. പാർട്ട്ണർഷിപ്പിൽ ആരായിരിക്കും? പാർട്ട്നേഴ്സ് ആയിരിക്കും. അവരുടെ മ്യൂച്വൽ എഗ്രിമെന്റിലായിരിക്കും. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആകുമ്പോൾ സ്റ്റാറ്റ്യൂട്ട് പറയുന്ന പോലെയാണ് നടക്കേണ്ടത്. അതായത് കമ്പനീസ് ആക്ട് പറയുന്നത് പോലെ. പാർട്ട്ണർഷിപ്പിലാവുമ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ടേംസ് വെക്കാം. ഓഡിറ്റ് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വെക്കാം. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആനുവലി വിത്തൗട്ട് എക്സെപ്ഷൻ. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ എല്ലാ വർഷവും വിത്തൗട്ട് ഒരു എന്താ പറയുക ഒരു വർഷം പോലും മിസ്സാവാതെ നടക്കേണ്ട ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ ആനുവലി ഈ പറഞ്ഞ പോലെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ 2 years കൂടുമ്പോൾ എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആരുടെ? പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പിൽ അവരല്ലേ ഓണേഴ്സ്. സോ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്വാളിഫൈഡ് ഓഡിറ്റർ ആയിരിക്കണം ഒബ്വിയസ്ലി സ്റ്റാറ്റ്യൂട്ട് പറയുമ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ലീഗലി എന്തല്ല ആപ്ലിക്കബിൾ അല്ല, മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഈസി. ഓക്കെ. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിറ്റർ എന്ത് ചെയ്യും? ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. റിപ്പോർട്ടിംഗ് ഈസ് ഡൺ ആസ് എഗ്രീഡ് ബൈ ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് പറയുന്നത് പോലെ ആയിരിക്കും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുക. പാർട്ട്നേഴ്സ് പറയുന്നത് പോലെ എന്നല്ല, പാർട്ട്നേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 2 ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. ഇനിയുള്ള ഒരു സെഷനാണ്, ഒരു ടൈപ്പാണ് ഗവൺമെൻറ് ഓഡിറ്റ്. ഇത് ഏതിൻ്റെ ബേസിലാണ്? ബേസ് ഓഫ് സ്ട്രക്ചർ ഓഫ് ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയാലും അവിടെ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓഡിറ്റർ തന്നെ ഗവൺമെൻറ് തന്നെ അതിനുള്ള സെപ്പറേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഗവൺമെൻറ് ഓഡിറ്റ് എന്തിനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടു എൻഷുർ ദാറ്റ് എവറി പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ആസ് പെർ റൂൾ ആൻഡ് റെഗുലേഷൻസ്. ഇതൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് കോമൺ സെൻസ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് വായിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇൻ ഡീറ്റെയിൽ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ. ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത് എവിടേക്കാണ് നടക്കുന്നത്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലോ ഓഫീസിൽ അതുപോലെ തന്നെ ഗവൺമെൻറ് കമ്പനീസിലെ കോർപ്പറേഷൻസിലൊക്കെയാണ് ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുന്നത്. പ്രൈവറ്റ് ഓഡിറ്റിൻ്റെ മറ്റൊരു പേര് നോക്കിക്കേ, കൊമേഴ്ഷ്യൽ ഓഡിറ്റ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും. അതിതാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 മാർക്കെങ്കിൽ 5 മാർക്ക് കിട്ടി. സപ്ലിയിലേക്കുള്ള ദൂരം വളരെ വിദൂരമായി കഴിഞ്ഞിരിക്കുന്നു. യെസ്. സോ ഗവൺമെൻറ് ഓഡിറ്റ് എന്താണ്? ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് ഫോർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനീസ്. കൊമേഴ്ഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ കൺസേൺസിനായിരിക്കും ആ രീതിയിലുള്ള ഓഡിറ്റ് നടക്കുന്നത്. ഗവൺമെൻറ് ഓഡിറ്റ് കമ്പൽസറി ആണെന്നാണ് പറയുന്നത്. ആൻഡ് പ്രൈവറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, ഓണേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ്. ഇതാരാണ്? ഗവൺമെൻറ് ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഓഡിറ്ററിനെ ഈ ഒരു ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ആ ഒരു ഹെഡായിരിക്കും ഈ ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവുക, ഓവർലുക്ക് ചെയ്യുന്നുണ്ടാവുക. പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ഓഡിറ്റിൽ പറഞ്ഞ പോലെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ എഗ്രിമെൻറ്റിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഈസ് ടിപ്പിക്കലി ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ കേസിൽ. മറ്റേതെന്താണ് പീരിയോഡിക്കലി ആവണമെന്നൊന്നുമില്ല, സ്പെസിഫിക് ഇൻ്റർവെൽസിൽ. അപ്പം അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ നേരത്തെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസ് പറഞ്ഞതുപോലെയാണ്. പാർട്ട്ണർഷിപ്പിൽ എന്താണ് നടക്കുന്നത്?
ഈ പ്രൈവറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഓഡിറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സോ യെസ്, അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഗവൺമെൻറ് ഓഡിറ്റ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഉള്ള പോയിന്റ്സ്, കൊമേഴ്ഷ്യൽ ഓഡിറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ പഠിക്കാനായിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്, അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. ഓഡിറ്ററിൻ്റെ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നടക്കാം, ഇൻറ്റേർണൽ ഓഡിറ്റ് നടക്കാം. ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ആൻഡ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രൊപ്പറേറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റും ഇതിന് വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് നടത്തുന്നത്. എങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്? ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോളിനെ ഒക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുണ്ട്. സോ യെസ്, ദെൻ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആവാം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റണ്ണിങ് ഓഡിറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. കണ്ടിന്യൂസ്ലി ഓഡിറ്റ്, റെഗുലർലി ഓഡിറ്റ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഡീറ്റെയിൽഡ് ആയിരിക്കും. അതുകൊണ്ട് അതിന് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നും പേരുണ്ട്. യെസ്, റണ്ണിങ് ഓഡിറ്റ് മറ്റൊരു പേരിട്ടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റണ്ണിങ് ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. യെസ്, ഫൈനൽ ഓഡിറ്റ് ആൻഡ് കംപ്ലീറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഓഡിറ്റ്, ആനുവൽ ഓഡിറ്റ്. ഓക്കെ, ഇത് തേർഡ് പോയിന്റ് ആണ്. ദെൻ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ ഇന്ററിം ഓഡിറ്റ് ഉണ്ട്, ഒക്കേഷണൽ ഓഡിറ്റ് ഉണ്ട്, പാർഷ്യൽ ഓഡിറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ മാത്രം നടത്തുന്നത്, ബാലൻസ് ഷീറ്റ് ഐറ്റംസിൽ മാത്രം ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഓഡിറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ടു ഓഡിറ്റ്സ്, രണ്ട് ആനുവൽ ഓഡിറ്റ്സ്. ആനുവൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ ഇയർ എൻഡിൽ കറക്റ്റായിട്ട് നടക്കുന്ന ഓഡിറ്റിനെയാണ് ആനുവൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ടു ആനുവൽ ഓഡിറ്റ് നടക്കുന്ന ഓഡിറ്റിനെയാണ് ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒക്കേഷണൽ ഓഡിറ്റ്, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഓഡിറ്റ് നടത്തുക എന്നുള്ളതൊരു രീതിയിൽ നടത്തുന്ന ഒരു ഓഡിറ്റിനെയാണ് ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ചില സ്പെസിഫിക് ഏരിയാസ് അല്ലെങ്കിൽ ചില സ്പെസിഫിക് ടൈം പീരീഡിലേക്കുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില സ്പെസിഫിക് കാര്യങ്ങളുടെ മാത്രം ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. യെസ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓഡിറ്റ് അക്കോർഡിംഗ് ടു ദ സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ചില ഓഡിറ്റിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 9 അല്ല 10 ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, ഇത് നമ്മൾ പാർഷ്യൽ ഓഡിറ്റ് എന്ന് തന്നെ കരുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓഡിറ്റ് നടത്തുക എന്നുള്ളത്. കോസ്റ്റ് ഓഡിറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യങ്ങൾ, കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ക്യാഷ് ഓഡിറ്റ്, ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ മാത്രം എക്സാമിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഓഡിറ്റിനെയാണ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം നടത്തുന്ന ഓഡിറ്റിനെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഡിറ്റ് ഉണ്ട്, എഫിഷ്യൻസി ഓഡിറ്റ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ടിന്യൂസ് ഓഡിറ്റ് തന്നെയാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നുള്ളത്. പ്രൊപ്പറേറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്, പ്രൊപ്പറേറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റ്, അതിനെ തന്നെയാണ് പ്രൊപ്പറേറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് ഓഡിറ്റ്, കമ്പനിയുടെ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ റെഗുലർ ഓഡിറ്റ്, റെഗുലേറ്റർ ഓഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. യെസ്, ഈ പോസ്റ്റർ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ ക്ലാസ് വന്നവർക്ക് എല്ലാവർക്കും അറിയാം. മുസ്തഫ മോർ, അങ്ങനെ തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി.
മുസ്തഫ ഹലോ. യെസ്, അപ്പോൾ മുസ്തഫ വന്നത് കറക്റ്റ് സമയത്താണ്. മുസ്തഫയോടും മുസ്തഫയുടെ ഫ്രണ്ട്സിനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. CCAT എക്സാമിനെ പറ്റിയാണ്, CCAT സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയാണ്. CCAT എന്താണെന്ന് ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ഓഡിറ്റിങ്ങിനെ പറ്റിയാണ്. ഓഡിറ്റർ എങ്ങനെയായിരിക്കണം, ഒരു പ്രൊഫഷണൽ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവാൻ നിങ്ങൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ട്രിപ്പിൾ CCAT എക്സാമിലേക്ക് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. ആ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ്, CA ആയിക്കോട്ടെ, ACCA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, CMA ഇന്ത്യ ഉണ്ട്, USA ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ഒരാളാവാൻ, ഒരു സോഷ്യലി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഈ CCAT എന്ന് പറയുന്നത് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ CCATന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് CCAT എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ നിങ്ങളുടെ സ്കോറിൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടും. അപ് ടു 1 lakh ആണ് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ് ടു 1 lakh ആണ്. ഓക്കെ, ആ ഒരു എമൗണ്ട് നിങ്ങളുടെ മാർക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ടോട്ടൽ കോഴ്സ് ഫീയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്ത് കിട്ടും. ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പിലൂടെ കൊമേഴ്സ് ഫീൽഡിലും മറ്റു പല ഫീൽഡിലും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൊമേഴ്സ് ഫീൽഡിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. CCAT എക്സാം ഒക്കെ നമ്മൾ BCOM ഒക്കെ പഠിക്കുന്നത് നമുക്ക് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കയറി പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സിൽ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ മാത്രം പ്രൊഫഷണൽ, ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആവാൻ താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം ആരുടെയെങ്കിലും ലൈഫ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് നോ. യെസ്, സോ സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് CCAT എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ CCAT എക്സാം. യെസ്, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. യെസ്, മുസ്തഫ ഒരു ഹലോ തന്നിട്ട് പോയുള്ളൂ. പിന്നെ മുസ്തഫേനെ കണ്ടില്ല. മുസ്തഫ എവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരൂ. ഒരു 10 minutes ബ്രേക്ക് നമുക്ക് എടുക്കാം. പിന്നീട് ക്ലാസ്സിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. എന്നാൽ ഒരുപാട് നീളില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളൂ പറയാനായിട്ട്. ഇത്ര നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ റിക്കളക്ട് ചെയ്യുക. യെസ്, ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. വി വിൽ ബി ബാക്ക് ദെൻ. ഓക്കെ.
ഹായ്, ഹലോ, എല്ലാവരും തിരിച്ചു വന്നോ? ഞാൻ എന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ട്. യെസ്, ബാക്ക് ടു അവർ ടോപ്പിക്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? സോ അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചിരുന്ന കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. എന്തായാലും നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മൾ വൗച്ചിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് വൗച്ചിങ്, എന്താണ് വൗച്ചിങ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വൗച്ചിങ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റെഡ് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. വൗച്ചിങ് ഇസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് വാട്ട്? ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസസ്. ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ കെയർഫുൾ എക്സാമിനേഷൻ ആണ് എന്ത്? വൗച്ചിങ് എന്നുള്ളത്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ്? വ്യൂ ടു പ്രൂവ് ദ ആക്യുറസി എന്തിൻ്റെ? ഓഫ് എൻട്രീസ്. എൻട്രീസ് എവിടെയാണുള്ളത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള എൻട്രീസിലെ ആക്യുറസി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ഡോക്യുമെൻ്ററി എവിഡൻസസ് വെച്ചിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് തന്നെയാണ്. ടൈപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഒരു എസെൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് ഒരിക്കലും നമുക്ക് വൗച്ചിങ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആരാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചെടുക്കുക. ഓക്കെ, വൗച്ചിങ് എന്ന് പറയുന്നത് ഡസ് നോട്ട് മീൻ മിയർലി ദ ഇൻസ്പെക്ഷൻ ഓഫ് റെസിപ്റ്റ് വിത്ത് ക്യാഷ് ബുക്ക് ബട്ട് ഇൻക്ലൂഡ്സ് വാട്ട്? ഒരു മിയർ ക്യാഷ് ബുക്ക് അതിൻ്റെ റെസിപ്റ്റ്സ് വെച്ചിട്ടുള്ള ഒരു മിയർ ചെക്കിംഗ് അല്ല ഓഡിറ്റിങ്ങിൽ നടക്കുന്നത്. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്? Examination of receipt with the transaction of business together with the documentary and other evidences of sufficient validity to satisfy an auditor that such a transaction are in order and have been properly authorized and are correctly recorded in the books. ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസിനെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒരു മിസ്റ്റേക്കും അതിൽ വന്നിട്ടില്ല, കറക്റ്റ് ആണ് എന്ന് ഓഡിറ്ററിനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്ന ഒരു എക്സാമിനേഷനെയാണ് നമ്മൾ ഈ വൗച്ചിങ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. വൗച്ചർ ഇസ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. സോ ഡിഫൈൻ വൗച്ചിങ് എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ പഠിച്ചതുപോലെ കട്ട് ചെയ്ത് ഡെഫിനേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനായിട്ട് അധികം സ്ട്രെസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വൗച്ചിങ് എന്തല്ല എന്നാണ് ആദ്യം പറയുന്നത്. വൗച്ചിങ് ഡസ് നോട്ട് മീൻ മിയർലി ദ ഇൻസ്പെക്ഷൻ ഓഫ് റെസിപ്റ്റ് വിത്ത് ക്യാഷ്. ഇത് മാത്രമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സാമിനേഷൻ ഓഫ് റെസിപ്റ്റ്സ് വിത്ത് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്. റെസിപ്റ്റ്സിനെ ട്രാൻസാക്ഷൻസും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. ടുഗെദർ വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസസ് ആൻഡ് അതർ എവിഡൻസസ് സഫിഷ്യൻറ്റ് വാലിഡിറ്റി ടു സാറ്റിസ്ഫൈ ദ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ഒപ്പീനിയൻ, ഓഡിറ്ററിന് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമിനേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൗച്ചിങ് എന്ന് പറയുന്നത്. സോ യെസ്, മീനിങ്ങും ഡെഫിനേഷനും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട 4 പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ ട്രാൻസാക്ഷൻസ് പെർട്ടൈൻ ടു ബിസിനസ് ഓൺലി. ഈ ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പെർട്ടൈൻസ് ടു ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഓരോ ഫിനാൻഷ്യൽ ഇയറിലായിരിക്കുമല്ലോ, ഈ ഒരു പീരീഡ് ഉണ്ടാവില്ലോ, ഇത്ര കാലത്തിനുള്ളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനായിരിക്കുമല്ലോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ ഇയറിലുള്ള ട്രാൻസാക്ഷൻ തന്നെയാണ് അതെന്ന് കൺഫേം ചെയ്യുന്നതും എന്ത്? വൗച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ആർ പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ജെനുവിൻ ട്രാൻസാക്ഷൻസ് ആണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും എന്തിൻ്റെ ഒബ്ജക്റ്റീവാണ്? വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ഫ്രോഡ് ആൻഡ് എറർ, എവിടെയാണ് നമ്മൾ ഫ്രോഡ് ആൻഡ് എറർ പറഞ്ഞത്? സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിങ്ങിലായിരുന്നു നമ്മൾ ഫ്രോഡ് ആൻഡ് എറർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയുമാണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. നത്തിങ് മോർ. ഇത് എലാബറേറ്റ് ചെയ്ത് എഴുതിയാലായിട്ട് മാത്രം മതി. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. യെസ്, ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറിനെ നമ്മൾ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും, കൊളാട്രൽ വൗച്ചേഴ്സ്. ഇപ്പോൾ സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് ഡയറക്റ്റ്ലി പറയണമെന്നില്ല. കൊളാട്രൽ വൗച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് നമ്മൾ
അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ഒറിജിനൽ വൗച്ചേഴ്സിനെയാണ് ഈ പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ റെസിപ്റ്റ്, ഒറിജിനൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള ഫിസിക്കലി ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഈ ഒറിജിനൽ അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അതിൻ്റെ ഒരു കോപ്പി അവൈലബിൾ ആക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി അല്ലെങ്കിൽ കൊളാറ്ററൽ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ദെൻ ഒരു വൗച്ചർ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു വൗച്ചർ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതോറിറ്റി ഓഫ് വൗച്ചർ, ഒതന്റിസിറ്റി ഓഫ് എ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ജെനുവിൻനെസ് ഓഫ് ദ വൗച്ചർ, പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ക്യാപിറ്റലായിട്ടും റവന്യൂ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്, ഇറ്റ് ഈസ് സംതിങ് റിപ്പീറ്റഡ്. ഇഫ് എ പേയ്മെന്റ് എക്സീഡ് ₹5,000 ഇറ്റ് ഷുഡ് ബിയർ എ റവന്യൂ സ്റ്റാമ്പ് ഓഫ് ₹1 സ്റ്റാമ്പ് 5,000 മേലിലുള്ള ഒരു പേയ്മെന്റിന്റെ സ്റ്റാമ്പ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ₹1 സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അതിനെ വാലിഡ് ആക്കുന്ന മറ്റൊരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് വൗച്ചർ എന്ന് ചോദിച്ചാൽ. അതോറിറ്റി, ഒതന്റിസിറ്റി, ജെനുവിനെസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻറ്റു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ കറക്റ്റ് ആണ്, പ്രോപ്പർ ആണെന്ന്, പിന്നെ അക്യുറസി എൻഷുർ ചെയ്യുക, പിന്നെ കറക്റ്റ്നെസ്. യെസ്, ദാറ്റ് മച്ച്. വൗച്ചർ, ഇനി വൗച്ചിങ് പല രീതിയിൽ പല ടൈപ്പിലോട്ട് പല ട്രാൻസാക്ഷൻസിൽ വൗച്ചിങ് നടത്തുമല്ലോ. ഇപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ വൗച്ചിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സ്റ്റഡി ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷനിലുള്ള, അതായത് വർക്കിങ്ങിലുള്ള ഇന്റേണൽ സിസ്റ്റം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ടെസ്റ്റ് ചെക്കിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പിൾ എടുത്തിട്ട് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ കമ്പയർ ക്യാഷ് ബുക്ക് വിത്ത് റഫ് ക്യാഷ് ബുക്കുമായിട്ട് ഒറിജിനൽ ക്യാഷ് ബുക്കിനെ, അതായത് ഫൈനൽ ക്യാഷ് ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. നമ്മളല്ല, ഓഡിറ്റർ ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. യെസ്, നമുക്കും ആവാൻ കഴിയും. അതിനുള്ള ഒരു ഐഡിയ ഞാൻ ബ്രേക്കിന് മുമ്പ് പറഞ്ഞു തന്നായിരുന്നു. സിക്കേറ്റിനെ പറ്റി ആരും മറന്നിട്ടില്ലല്ലോ, സോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, ഹി ഷുഡ് സ്റ്റഡി ദ മെത്തേഡ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ഡെയിലി ക്യാഷ് റെസിപ്റ്റ് ഇൻ. ഓരോ ബിസിനസ്സും അതിൻ്റെതായിട്ടുള്ള രീതി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആ രീതി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ദ ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വെരിഫൈങ് ദ ബാങ്ക് ബാലൻസ് ആൻഡ് ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് വെച്ചിട്ട് ഒരു ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്ത് ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? വൗച്ചിങ്, ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ വൗച്ച് ചെയ്യാനായിട്ട് ഓഡിറ്റർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ദെൻ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ see whether it agrees with the cash book balance. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ബുക്ക് ബാലൻസും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതും വൗച്ചിങ്ങിൻ്റെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് വൗച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. The auditor should ensure whether receipts book are kept under the proper control. റെസിപ്റ്റ് ബുക്കൊക്കെ പ്രോപ്പർ കൺട്രോളിലാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇനി ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ട്രേഡിംഗ് ട്രാൻസാക്ഷൻസിൽ പർച്ചേസ് ലെഡ്ജറിന്റെ വാച്ചിങ് ഉണ്ടാവാം, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ്, ക്രെഡിറ്റ് സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ്, വാച്ചിങ് ഓഫ് ബിൽ റിസീവബിൾ, ബിൽ പേയബിൾ, അതുപോലെ തന്നെ എന്താണ് സെയിൽ ഓർ റിട്ടേൺ സിസ്റ്റം, കൺസൈൻമെന്റ് ജേർണൽ പ്രോപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വൗച്ചിങ് ചെയ്യും അല്ലേ? വൗച്ചിങ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഡോക്യുമെന്ററി, ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സാമിൻ ചെയ്യും വിത്ത് ഒറിജിനൽ ഡോക്യുമെന്ററി എവിഡൻസസ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് ഫീഡാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്യാനായിട്ട് സ്ട്രെസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തിയറി പേപ്പേഴ്സിൽ നമുക്ക് ഏറ്റവും ഉള്ള ഒരു പ്രശ്നമാണല്ലോ ഈ ഒരു ബൈഹാർട്ടിങ് ഒരു പ്രൊസീജിയർ എന്നുള്ളത്. കാരണം ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് ഉറപ്പാണ്. നിങ്ങൾക്കും അറിയാം, ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്ന പറയുന്ന ടീച്ചേഴ്സിനും അറിയാം. ബട്ട് സ്റ്റിൽ ഇനി അതിന് ഒരു എന്താ പറയുക സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബൈഹാർട്ട് ചെയ്യാതിരിക്കുക. ബൈഹാർട്ട് ചെയ്യാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ്ലി വായിക്കുക. നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് എന്ത് ചെയ്യുക? പറഞ്ഞുകൊണ്ട് ഇരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഇമ്പേഴ്സണൽ ലെഡ്ജറിൻ്റെ കേസിലുണ്ട്. ഇമ്പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത് പേഴ്സണൽ അല്ലാത്തൊരു ലെഡ്ജറിനെയാണ് ഇമ്പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്നത്. അതിനെയും വൗച്ചിങ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ജനറൽ ലെഡ്ജർ അല്ലെങ്കിൽ നോർമൽ ലെഡ്ജേഴ്സിനെ ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്ററി എവിഡൻസ് വെച്ചിട്ട് എക്സാമിൻ ചെയ്യുന്നതായിരിക്കും.
ഇമ്പേഴ്സണൽ അക്കൗണ്ട്സിനകത്ത് നോമിനൽ അക്കൗണ്ടും ഉണ്ട്, റിയൽ അക്കൗണ്ടും ഉണ്ട്. അങ്ങനെയുള്ള റിയൽ അക്കൗണ്ട് നമ്മൾ എന്തായാലും ബാലൻസ് ഷീറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ആ രീതിയിലുള്ള വോച്ചിങ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന ട്രൂ ആൻഡ് ഫെയർനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഇമ്പേഴ്സണൽ ലെഡ്ജറിൽ എങ്ങനെയാണ് വൗച്ചിങ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓഡിറ്റർ എന്ത് ചെയ്യണം? ഷുഡ് ചെക്ക് ദ പോസ്റ്റിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ പോസ്റ്റിംഗ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദോസ് ട്രാൻസാക്ഷൻ മെറ്റീരിയലി എഫക്ട് ദ ഫൈനൽ അക്കൗണ്ട്സിനെ മെറ്റീരിയലി എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് എടുത്ത് തന്നെ വൗച്ചിങ് ചെയ്യണം. പിന്നെ ഹി ഷുഡ് കെയർഫുള്ളി ചെക്ക് ദ ടോട്ടൽസ് ഓഫ് സബ്സിഡിയറി ബുക്സ് ആൻഡ് അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കറണ്ട് അമൗണ്ട്സ് ആർ പോസ്റ്റഡ് പ്രോപ്പർലി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ അക്കൗണ്ട് ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. He should see that expense and income are properly adjusted according to the generally accepted norms. അതുപോലെ തന്നെ കെയർഫുൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നോക്കുക. ചെക്ക് ഇന്റേണൽ കൺട്രോൾ ഇൻ ഫോഴ്സ് നോക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇന്റേണൽ കൺട്രോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ഫൈനലി ഹി ഷുഡ് വെരിഫൈ ദ ബാലൻസ് ഓഫ് വേരിയസ് അക്കൗണ്ട്സ് ഇൻ ദ ട്രയൽ ബാലൻസിലുള്ള വേരിയസ് അക്കൗണ്ട്സിനെ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു ഇമ്പേഴ്സണൽ ലെഡ്ജറിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വൗച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇമ്പേഴ്സണൽ ലെഡ്ജറുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ടേംസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എനിവേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ആർ എന്താണ്? അസറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഇൻകേർഡ് ബട്ട് എ പോർഷൻ ഓഫ് ദിസ് പെർട്ടൈൻ ടു ദ നെക്സ്റ്റ് പീരിയഡ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, റവന്യൂ എക്സ്പെൻഡിച്ചറിനൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് അപ്പോൾ ഇത് എന്തായിരിക്കും? ലയബിലിറ്റീസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ കറക്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസിനകത്ത് എന്തൊക്കെ വരും? അൺപെയ്ഡ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ അൺഏൺഡ് ഇൻകംസ്. ഈ വർഷം ഇൻകർ ആയ എക്സ്പെൻസസ് പക്ഷെ നമ്മൾ പേ ചെയ്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. അടുത്ത വർഷം എന്താ പറയുക, ഏൺ ചെയ്യേണ്ട ഇൻകം നമ്മളിപ്പോഴേ റിസീവ് ചെയ്തിരിക്കുകയാണ്, അഡ്വാൻസ്ലി റിസീവ് ചെയ്തിരിക്കുകയാണ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഹ്യൂജ് ആൻഡ് നോൺ റിക്കറിങ് നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? പർച്ചേസിങ് ഓർ ഇൻസ്റ്റാളിങ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പർച്ചേസിങ് ഓർ ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീനറി ഇൻക്രീസിങ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ അസറ്റ്. ദിസ് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ അക്വയറിങ് അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഓൾ ദീസ് എക്സ്പെൻഡിച്ചർ റെഫേർഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള നമ്മുടെ അസറ്റ്സിനെ വൃത്തിയാക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ക്യാരിങ് ഓൺ ബിസിനസ്, ഇറ്റ്സ് കണ്ടക്ട്, അഡ്മിനിസ്ട്രേഷൻ, ഡെയിലി കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള എക്സ്പെൻസുള്ള കാര്യങ്ങളൊക്കെയാണ് റവന്യൂ എന്ന് പറയുന്നത്. കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് സെർട്ടൺ അൺനോൺ ലയബിലിറ്റീസ്. അതുപോലെ തന്നെ കണ്ടിജന്റ് അസറ്റ്സ് എന്താണ്? ഇറ്റ്സ് ലൈക്ലി ടു റിസീവ് ഓർ റീഫണ്ട്, കിട്ടാം കിട്ടാതിരിക്കാം, അങ്ങനെ ഒരു സംഭവമാണ്. ലയബിലിറ്റിയുടെ കേസ് ആണെങ്കിൽ ഒരു ലയബിലിറ്റി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, ആ ഒരു കേസാണ്. ദെൻ ഈ ഓഡിറ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആയ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. ഇൻ ദ ഇൻസ്പെക്ഷൻ ഓഫ് എവിഡൻസ് ഓർ ഫിസിക്കൽ എക്സാമിനേഷൻ of the correctness of value and the existence of assets and liabilities is that they are actually in possession. Actually നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് കാര്യങ്ങളൊക്കെ ഫിസിക്കലി എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം ഇത് ഫിസിക്കലി ഇൻ ഓണർഷിപ്പിലുള്ളതാണ്, എക്സിസ്റ്റൻസിലുള്ളതാണെന്ന് കൺഫേം ചെയ്യേണ്ടത് ഓഡിറ്ററിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ടു വെരിഫൈ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. വെരിഫിക്കേഷൻ എന്തിനാണ് നടക്കുന്നത്? ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെ. കൺഫേം വാല്യൂവിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരണം. കൊടുത്തിട്ടില്ല, ഓക്കെ, അസറ്റ് എക്സിസ്റ്റൻസിലുണ്ട് എന്ന് കൺഫേം ചെയ്താൽ പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുള്ള വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് നമ്മൾ വൺസ് നോക്കിക്കഴിഞ്ഞ് സെൻസ് ഈ ലയബിലിറ്റീസ് ആർ ആക്ച്വലി ഹെൽഡ് ബൈ ദ ബിസിനസ്. അസറ്റ് നോക്കിയതുപോലെ തന്നെ ലയബിലിറ്റീസ് ഉള്ള ലയബിലിറ്റീസ് ഒക്കെ തന്നെ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഒരു
കപ്പാസിറ്റി കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ലയബിലിറ്റി കൂട്ടി കാണിച്ചിട്ടുണ്ടോ എന്ന്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ നടക്കുന്ന കാര്യമാണ്. ടു സീ ദാറ്റ് ദേ ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ഇൻ ദ ബിസിനസ്സിൽ ക്ലിയർലി സ്റ്റേറ്റഡ് ആണ്. ആൻഡ് എന്തെങ്കിലും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതെന്താണ് ക്ലിയർലി സ്റ്റേറ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഈ പറഞ്ഞ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ദേ ആർ പ്രോപ്പർലി വാലിഡ്. അതിൻ്റെ വാല്യുവേഷൻ ഓക്കെ നടത്തിയിട്ടുള്ളത് പ്രോപ്പറായിട്ടാണ്, വാല്യൂ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റായിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ടു സീ സ്യൂട്ടബ്ലി ദ ഡിസ്ക്രിപ്ഷൻ യൂസ്ഡ്, ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ സ്യൂട്ടബ്ലി അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതും ഓഡിറ്റിങ്ങിൻ്റെ ഒരു സംഭവമാണ്. ഇനി എന്തിനാണ് ഈ ഒരു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഈ വെരിഫിക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് മോർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെരിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വാല്യുവേഷൻ ചെയ്യണം. ഫോർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ നമ്മൾ ഒരു റെക്കോർഡ് ചെയ്തതിനെ നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി അതിന് വാല്യുവേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ obtain all information available in the valuation of assets such as vouchers, tenders, quotations ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ദെൻ എക്സാമിൻ ആൻഡ് അനലൈസ് ക്രിട്ടിക്കലി ഓൾ ഫിഗേഴ്സ് അപ്പിയറിംഗ് ഇൻ ദ ലെഡ്ജർ ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒബ്വിയസ്ലി ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ കുറേ നേരമായിട്ട് ഇതിനെയാണ് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ടെസ്റ്റ് ചെയ്യുക. ബേസിസ് ഓഫ് വാല്യുവേഷൻ ഫോളോ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ ആപ്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രോപ്പർ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അതുകൊണ്ട് തന്നെ എക്സാക്ട് വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് യൂട്ടിലിറ്റി. പിന്നെ അതുപോലെ തന്നെ ബേസിസ് ഓഫ് വാല്യുവേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ടാണോ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ളത് നോക്കുക എന്നുള്ളതാണ് വാല്യുവേഷൻ ഓഫ് വേരിയസ് അസറ്റ്സ് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ വെരിഫിക്കേഷനും പറഞ്ഞു, വാല്യുവേഷനും പറഞ്ഞു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെയും പറഞ്ഞുള്ളത്. ടേബിൾ ഫോർമാറ്റിലല്ലാന്നേ ഉള്ളൂ. ഇതാണെങ്കിലും ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. 5 മാർക്സിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ വെരിഫിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ വാല്യുവേഷൻ എന്താണെന്ന് ചോദിക്കാം, എക്സ്പെക്റ്റ് ചെയ്യാം. വെരിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അതിനകത്ത് ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാല്യുവേഷൻ കറക്റ്റ് ആണോ എന്നുള്ളതും നമ്മൾ വെരിഫൈ ചെയ്യും. പക്ഷെ വാല്യുവേഷനകത്ത് വെരിഫിക്കേഷൻ ഉണ്ടോ? വാല്യുവേഷൻ എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ് അല്ലേ? ഓക്കെ, അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്നുള്ളത്. ഇൻ വെരിഫിക്കേഷനിൽ എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്യുന്നു. പക്ഷെ വാല്യുവേഷനിൽ എന്താണ്, എക്സിസ്റ്റൻസിലുള്ള കൊടുത്തിട്ടുള്ള വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ളതേ നോക്കുന്നുള്ളൂ. എക്സിസ്റ്റൻസിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് ഏത് സ്ഥലത്താണ്, വെരിഫിക്കേഷൻ നടക്കുമ്പോഴാണ് നോക്കുന്നത്. ഓക്കെ, വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ ഒരു അസറ്റിനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിനാണ്. പക്ഷേ for the same. But if valuation is done by the management of business, valuation is not part of auditor's duty. ഒരു അസറ്റിനെ വാല്യൂ ചെയ്യേണ്ടത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി അല്ല. വെരിഫൈ ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് ഓഡിറ്ററിൻ്റെ കാര്യം. പക്ഷേ ഒരിക്കലും എന്തല്ല, വാല്യുവേഷൻ എന്ന് പറയുന്നത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. വെരിഫിക്കേഷൻ, ഇൻ കേസ് ഓഫ് വെരിഫിക്കേഷൻ ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് വാല്യൂ ചെയ്തതിന് ശേഷമാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റർ ഈസ് ലയബിൾ ടു ഗ്യാരണ്ടി ഇൻ കേസ് ഓഫ് വെരിഫിക്കേഷനെ നോക്കുന്ന സമയത്ത് ഓഡിറ്ററിന് വെരിഫിക്കേഷൻ കറക്റ്റ് ആണെന്നുള്ളത് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന കാര്യമുണ്ട്. പിന്നെ വാല്യുവേഷൻ്റെ കേസിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടിയുടെ മാറ്റർ അവിടെ വരുന്നില്ല. ഇൻ കേസ് വെരിഫിക്കേഷൻ ദ ഓഡിറ്റർ ഫിസിക്കലി വെരിഫൈസ് ദ എക്സിസ്റ്റൻസ്. പക്ഷേ വാല്യുവേഷനിൽ എന്താ പറയുക, വാല്യുവേഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു എവിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് എവിഡൻസ് ഡയറക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തത് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തതിൽ റിലൈ ചെയ്യാനേ ആർക്ക് പറ്റുള്ളൂ, ഓഡിറ്ററിന് പറ്റുള്ളൂ. ഒരു ഫിസിക്കലി അത് വാല്യൂ ചെയ്ത് നോക്കേണ്ടത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി അല്ല, അതുകൊണ്ട് അത് ചെയ്യാറില്ല. ഇൻ കേസ് വെരിഫിക്കേഷൻ ഷുഡ് ഇൻസ്പെക്ട് ഫിസിക്കൽ അസിസ്റ്റൻറ്റ്, ബട്ട് ഇൻ വാല്യുവേഷൻ യെസ്, അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. So in verification the change of manipulation of account is less, but in valuation there is more chance. Verification നടക്കുമ്പോൾ to an extent നമുക്ക് എന്തെങ്കിലും മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വാല്യുവേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, സോ കമ്മിങ് ടു അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നമ്മുടെ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ നമ്മൾ കുറേ നേരമായിട്ട് പഠിക്കുന്ന ഒരു എന്താ പറയുക, കമ്പനീനെ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, ആ എന്താ പറയുക എൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്കുള്ളിലെ ആ ഒരു ഇന്റേണൽ സിസ്റ്റം, അതിനെയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾട്ടർ ബി മെയ്സ് പറയുന്നത്, ഇന്റേണൽ ഓഡിറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ. എന്തിൻ്റെയാണ്? ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ ആര്? ബൈ a staff of auditor functioning as a full-time salaried employees. ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്, ഒരു കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ആണ്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൻ്റെ. ഇതാരാണ് ചെയ്യുന്നത്? സ്റ്റാഫ് ഓഫ് ഓഡിറ്റർ. ഓഡിറ്റർ ഇൻ പേഴ്സൺ ആയിരിക്കില്ല ചെയ്യുന്നത്, സ്റ്റാഫ് ഓഫ് ഓഡിറ്റർ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എന്തിനാണ് ഈ ഇന്റേണൽ ഓഡിറ്റ്? ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻ and other records of the firm. The review means critical analysis of financial and non-financial records. Financial ആയിക്കോട്ടെ നോൺ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ഉള്ള റെക്കോർഡ്സിനെ എന്ത് ചെയ്യുക, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് എന്താന്നുള്ളത്, ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്. ഓക്കെ, ഈ ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ടു എൻഷുർ ദാറ്റ് മാനേജ്മെന്റ് ഇന്റേണൽ ചെക്ക് ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആർ എഫക്റ്റീവ് ആൻഡ് ഡിസൈൻ ഇൻ, അത് ഓപ്പറേഷനിലാണ്. ഇന്റേണൽ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഈ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റം പ്രോപ്പറായിട്ടാണ്, സൗണ്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് വാട്ട്? ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, it is independent review of operation of business, both financial and non-financial. Non-financial and financial data. Financial മാത്രമായിട്ടുള്ള ഡേറ്റ അല്ല, നോൺ ഫിനാൻഷ്യൽ ഡേറ്റയും ചെക്ക് ചെയ്യും ഇവിടെ ഇന്റേണൽ ഓഡിറ്റിൽ. അതുപോലെ തന്നെ ഇറ്റ് കീപ്സ് എ വാച്ച് ഓവർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ബിസിനസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഒരു ഓവറോൾ ലുക്കപ്പ് അല്ലെങ്കിൽ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ നടക്കുന്നുണ്ട്. എവിടെ? ഇന്റേണൽ ഓഡിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവാണ് അത്. ഇറ്റ് സീസ് ദാറ്റ് ദർ ഇസ് നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ എക്സ്പെൻസസ്. യെസ്, അതുപോലെ തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് എക്സീഡ് ദ ബഡ്ജറ്റഡ് എമൗണ്ട്. ബഡ്ജറ്റ് നമ്മൾ എല്ലാ കമ്പനി എല്ലാം പ്ലാൻ ചെയ്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് ആക്ച്വൽ എക്സ്പെൻസ് ബഡ്ജറ്റിനേക്കാൾ ആക്ച്വൽ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുന്നില്ല, കൂടുന്നില്ല എന്ന് കൺഫേം ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിൽ ആ ഒരു സ്റ്റാഫിൻ്റെ ഡ്യൂട്ടിയാണ്, അതൊരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. ഫൈനലി ഇറ്റ് വെരിഫൈസ് ദ ഓർഗനൈസേഷൻ ഫോളോസ് ദ പോളിസീസ് പ്രാക്ടീസസ് ഫ്രെയിംസ് ബൈ മാനേജ്മെന്റ്. ഫ്രെയിം ചെയ്തിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതും എന്താണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ഇനി ഒരു ഇന്റേണൽ ചെക്ക് തന്നെ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ബിഗ് ഫേംസ് ഹാവ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ഇന്റേണൽ ഓഡിറ്റ്. ഒരു വലിയൊരു ലാർജ് സ്കെയിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്റേണൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലേ? ഇന്റേണൽ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഓവറോൾ കൺട്രോൾ സിസ്റ്റമാണ്. ഒരു ഇന്റേണൽ മാനേജ്മെന്റിന് ഓവറോൾ ഒരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്റേണൽ ഓഡിറ്റിന് പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഉണ്ടാവും. ഇന്റേണൽ ഓഡിറ്റിൽ ഓഡിറ്ററും ഓഡിറ്റ് സ്റ്റാഫും ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഇന്റേണൽ കൺട്രോളിൽ ആരായിരിക്കും ഉണ്ടാവുക? മാനേജ്മെന്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ ആവും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഉണ്ടാവുക. സോ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ടൈപ്പാണ്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നതും ഓവറോൾ കമ്പനിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ഉണ്ടാവാറില്ല, അത് വേറെ കാര്യം. അത് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്.
യെസ്, ഇന്റേണൽ കൺട്രോൾ ടു ആൻ എക്സ്റ്റെൻഡ് സൗണ്ട് ആണ്, ഓപ്പറേറ്റിംഗ് വെൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ്, എറർ, മിസ്റ്റേക്ക്, കാര്യങ്ങൾ, മിസ്അപ്രോപ്രിയേഷൻ ഒക്കെ നടക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ എന്താ പറയുക സ്റ്റെപ്സ് കുറയും, അല്ലെങ്കിൽ ടൈം കുറയും. ഓക്കെ, ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിവ്യൂ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഫ്രെയിംഡ് ബൈ ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്തിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഇന്റേണൽ ഓഡിറ്റിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഈ ഇന്റേണൽ കൺട്രോളിലാണെങ്കിൽ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് ആർ എക്സസൈസ്ഡ് വിത്തിൻ ദ ബിസിനസ്സിൽ തന്നെ പല ട്രയൽ ആൻഡ് എററിലൂടെ ആയിരിക്കും എന്ത് നടക്കുന്നത്, ഇന്റേണൽ കൺട്രോൾ പ്രാക്ടിക്കൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്താണ് പഠിച്ചത്, ഇന്റേണൽ കൺട്രോളിനെ പറ്റി, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. സോ നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു റിവിഷൻ നമ്മൾ ചെയ്ത് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓർത്തിരിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ളതൊന്ന് ഓടിച്ചു നോക്കിക്കേ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വൗച്ചിങ് എന്താണെന്ന് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് പഠിച്ചു, ടൈപ്സ് പഠിച്ചു, എസെൻഷ്യൽസ് ടൈപ്സ് ഏതൊക്കെയാണ്, 2 ടൈപ്സിൻ്റെ പ്രൈമറി വൗച്ചർ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അതുപോലെ തന്നെ കൊളാട്രൽ വൗച്ചേഴ്സും ഉണ്ട്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് വൗച്ചർ, വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ്, ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പേഴ്സണൽ ലെഡ്ജേഴ്സിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്തിനാണ് വെരിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ വാലുവേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തത്. പിന്നെ ഇന്റേണൽ കൺട്രോളിൽ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു, ഇന്റേണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് പഠിച്ചു, ആൻഡ് ഇന്റേണൽ ഓഡിറ്റും ഇന്റേണൽ കൺട്രോളും തമ്മിലുള്ള ഒരു ഡിഫറൻസും നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പറേഷണൽ ഓഡിറ്റിംഗ്. എന്താണ് ഓപ്പറേഷണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ന്യൂ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റിന്റെ ഒരു ന്യൂ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ടു മേക്ക് സജഷൻസ് ഫോർ ഇംപ്രൂവിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷണൽ ഓഡിറ്റ്. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്താണെന്നാണ് പറഞ്ഞത്, ഇന്റേണൽ ഓഡിറ്റ് പോലെ തന്നെയുള്ള ഒരു ഓഡിറ്റാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്നുള്ളത്. ഓക്കെ, ലാർജ് ബിസിനസ് ഫേംസിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഫിനാൻഷ്യൽ റെക്കോർഡ്സിലും നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സിലും എന്തുണ്ടാവും, ഈ പറഞ്ഞ ഓപ്പറേഷണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഓപ്പറേഷണൽ ഓഡിറ്റിംഗ് എന്താണെന്ന് നമ്മൾ നോക്കിയല്ലോ. ഇനി എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണ്ടേ നമ്മൾ. യെസ്, ടു മേക്ക് സജഷൻസ് കൊടുക്കാൻ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ഇംപ്രൂവിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് കൊടുക്കും? സജഷൻസ് കൊടുക്കും. ആര് കൊടുക്കും? എവിടെ കൊടുക്കും? ഓപ്പറേഷണൽ ഓഡിറ്റിൽ കൊടുക്കും. ഓപ്പറേഷണൽ ഓഡിറ്റ് ജസ്റ്റ് ലൈക്ക് ഇന്റേണൽ ഓഡിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അച്ചീവ് അതർ ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ് സച്ച് ആസ് ഡെവലപ്മെന്റ് ആൻഡ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ, ഗുഡ് വിൽ ക്രിയേഷൻ, ഇതൊക്കെ മറ്റ് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ ഓപ്പറേഷണൽ ഓഡിറ്റിൻ്റെ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് ആണ്. ടു സീ വെദർ കൺട്രോൾ ആർ എഫിഷ്യൻറ്റ് ടു ഹെൽപ്പ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ കൺട്രോൾ സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ആരുടെ ഒബ്ജക്റ്റീവാണ്. ഓപ്പറേഷണൽ ഓഡിറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യമാണ്. ടു സീ വെദർ കോസ്റ്റ് കൺട്രോൾ ഈസ് റീസണബിൾ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വാല്യൂ ഓഫ് ബിസിനസ്, അല്ലേ? കോസ്റ്റ് കൺട്രോൾ ഈസ് റീസണബിൾ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വാല്യൂ ഓഫ് ബിസിനസ്സിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള കോസ്റ്റ് കൺട്രോൾ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതും കൺഫേം ചെയ്യേണ്ടത് ഓപ്പറേഷണൽ ഓഡിറ്റ് ആണ്. യെസ്, സോ ഇന്റേണൽ ചെക്കിലേക്ക് വരുവാണ്. ഇപ്പം നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് പഠിച്ചു. ഇന്റേണൽ ഓഡിറ്റ് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്. അതെന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു. ആൻഡ് ഇന്റേണൽ ചെക്ക് എന്താണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ
ചെക്ക് എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് നടക്കുന്നത്? സ്റ്റാഫിനിടയിലാണ് നടക്കുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് വർക്ക് ഡൺ ബൈ വൺ സ്റ്റാഫ് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. ഒരാൾ ചെയ്യുന്ന വർക്ക്, അപ്പം എല്ലാ സ്റ്റാഫിനും ഇടയിലും മിസ്റ്റേക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് ടു ആൻ എക്സ്റ്റെൻഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിൻ്റെ വർക്ക് മറ്റൊരാൾ എക്സാമിൻ ചെയ്യുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് അല്ലേ? ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ എമംഗ് ദ ഫേം സ്റ്റാഫ് in such a way that work done by one of the staff is examined by another. ഒരു സ്റ്റാഫിൻ്റെ വർക്ക് മറ്റൊരു സ്റ്റാഫ് എക്സാമിൻ ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സിനെ സെറ്റപ്പ് ചെയ്യുന്നതാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. അർണോൾഡ് ബി ജോൺസൺ W. ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. One wherein accounting work of one employee is complemented and verified by the work of another employee, both employee working independently and without duplication of each other's work. അവിടെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടും ഇറ്റ് വിൽ ഹെൽപ്പ് അല്ലേ? അപ്പം എന്താണെന്ന് ഇന്റേണൽ ചെക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു എംപ്ലോയിയുടെ വർക്കിനെ മറ്റൊരു എംപ്ലോയി എന്ത് ചെയ്യുന്ന രീതിയിലാണ്, വെരിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇന്റേണൽ ചെക്ക് വർക്ക് ചെയ്യുന്നത്. ഡെഫിനിഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വെയർ അക്കൗണ്ടിംഗ് വർക്ക് ഓഫ് വൺ എംപ്ലോയീസ് കോംപ്ലിമെന്റഡ് ആൻഡ് വെരിഫൈഡ്. ഒരു എംപ്ലോയിയുടെ വർക്ക് കോംപ്ലിമെന്റഡ് ആവുകയാണ്, വെരിഫൈഡ് ആവുകയാണ്, വെരിഫൈ ചെയ്യപ്പെടുകയാണ്. എപ്പോഴാണ്, ആരാണ് അത് ചെയ്യുന്നത്? ബൈ ദ വർക്ക് ഓഫ് അനദർ എംപ്ലോയി. മറ്റൊരു എംപ്ലോയി അയാളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു എംപ്ലോയിയുടെ, അയാളുടെ പ്രീവിയസ്ലി ആ ചെയ്ത എംപ്ലോയിയുടെ വർക്ക് എന്താണ് അവിടെ വെരിഫൈ ആവുകയാണ്. ആൻഡ് ബോത്ത് എംപ്ലോയീസ്, ഈ ബോത്ത് എംപ്ലോയീസും പക്ഷെ ഇൻഡിപെൻഡൻ്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല, ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ യെസ്, ഇന്റേണൽ ചെക്ക് എന്താണെന്ന് പഠിച്ചു. ഇനി ആസ് യൂഷ്വൽ ഒബ്ജക്റ്റീവ്, നമ്മൾ എന്ത് കാര്യം പഠിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പഠിച്ചല്ലേ? യെസ്, അതുപോലെ ഇന്റേണൽ ചെക്കിനുമുണ്ട് ചില ഒബ്ജക്റ്റീവ്സ്. ഇത് ടി അല്ല, ഇത് ഇറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് സ്റ്റാഫ്. എന്താണെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫിനിടയിൽ വർക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റേണൽ ചെക്ക് ആണ്. നമുക്ക് ആ ഒരു ടേമിൽ നിന്ന്, ഇന്റേണൽ ചെക്ക് എന്നൊരു ടേമിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മീനിങ് അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചത് കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് റെഡി ആക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ദ വർക്ക് ഓഫ് വൺ ഓഫ് ദ സ്റ്റാഫ് ഇസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. വേർഡ് മീനിങ്ങിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യം തന്നെ. നോ സ്റ്റാഫ് ഈസ് അലൗഡ് ടു ഡു എനി സിംഗിൾ വർക്ക് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഒരു വർക്ക് കംപ്ലീറ്റ്ലി ഒരു എംപ്ലോയി അല്ല ചെയ്യുന്നത്. ഒരു വർക്കിൻ്റെ പല പ്രോസസ്സിൽ പല എംപ്ലോയീസ് കടന്നു പോകുന്നുണ്ട്. യെസ്, ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് എറർ ആൻഡ് ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇഫ് ദർ ഈസ് എ ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണർ ഓഫ് ബിസിനസ് ക്യാൻ റിലൈ അപ്പോൺ ദ ജെനുവിനെസ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ ഒക്കെ ജെനുവിനെസ് എൻഷുർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇന്റേണൽ ചെക്ക് അല്ലെങ്കിൽ സിസ്റ്റം. ഒരു എൻറ്റിറ്റിയിലുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം വെൽ ആൻഡ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ, ഗുഡ് ഇന്റേണൽ ചെക്ക് ബെറ്റർ എഫിഷ്യൻസി ആൻഡ് എക്കോണമി ഇൻ കോർപ്പറേഷൻ. ഓക്കെ, അവിടെ എറർ ആൻഡ് ഫ്രോഡ് എന്താ പറയുക, ഡിക്രീസ് ആവുന്നതനുസരിച്ചിട്ട് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്, പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് അല്ലെങ്കിൽ സിസ്റ്റം നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സിസ്റ്റം മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വിൽ ബി ഫിക്സ്ഡ് ടു ഈച്ച് വൺ ഓഫ് ദ സ്റ്റാഫ്. ആ സിസ്റ്റം എക്സ്പ്രസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിൻ്റെ വർക്ക് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഓരോ റെസ്പോൺസിബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം. ദെൻ പ്രാക്ടിക്കലാണ്, സിമ്പിളാണ്. അതുപോലെ തന്നെ സിസ്റ്റം ഷുഡ് കെയർഫുള്ളി ഡിസൈൻഡ് ആൻഡ് സ്യൂട്ടബിൾ ടു ദ നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയുടെ നേച്ചറുമായിട്ട് അഡാപ്റ്റഡ് ആയി പോകുന്ന ഒരു കാര്യമായിരിക്കണം എന്താ, ഈ ഇന്റേണൽ ചെക്ക് സിസ്റ്റം. കെയർഫുൾ സെലക്ഷൻ, പ്രോപ്പർ ഓൺ ജോബ് ട്രെയിനിങ്, ബെറ്റർ പ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റാഫ്. ഇവിടെ സ്റ്റാഫ് വെരിഫിക്കേഷനും കൂടെ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. ദ വർക്ക് ഓഫ് വൺ സ്റ്റാഫ് ഷുഡ് ഓർഡിനറി കം അണ്ടർ ദ റിവ്യൂ ഓഫ് വൺ, അല്ലെങ്കിൽ മറ്റ്
ഒരു സ്റ്റാഫിൻ്റെ വർക്ക് മറ്റ് സ്റ്റാഫ്സിൻ്റെ ഒന്നോ രണ്ടോ പേരുടെ വർക്കിൽ എന്താവണം, വെരിഫൈ ആവണം എന്നുള്ളതാണ്. ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് സ്റ്റാഫ് ഷാൽ അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ. അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ചിട്ടാണ് ഓരോ വർക്ക് ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നോ പേഴ്സൺ ഷാൽ ബി അലൗഡ് ടു പെർഫോം എനി വർക്ക് ഫുള്ളി ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. അത് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞതാണല്ലോ അല്ലേ. നമ്മൾ ഒബ്ജക്റ്റീവിലാണ് നമ്മളത് പറഞ്ഞത്, സെയിം പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. യെസ്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലായിരിക്കുക. ടേംസ് നമ്മൾക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയാൽ മതിയാവും. ഫീച്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ലാത്തത് കാരണം ചോദിക്കാൻ ചാൻസ് കുറവാണ്. പിന്നെന്താണ്, അക്കൗണ്ടിങ് റെക്കോർഡ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ബൈ ദോസ് ഹു ഡീലിംഗ് വിത്ത് ക്യാഷ്. ക്യാഷ് ഡീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അക്കൗണ്ടിങ് റെക്കോർഡ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10-15 അല്ല, കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓഫ് ഒരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയി. ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പിന്നെന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്. സം കൈൻഡ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റിൻ്റെ മേലുള്ള ഒരു കൺട്രോൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടുത്തെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം സൗണ്ട് ആണ് അല്ലെങ്കിൽ ഗുഡ് ആണ് എന്ന് പറയാം, വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, വേരിയസ് ട്രാൻസാക്ഷൻ്റെ കേസിൽ ഇന്റേണൽ ചെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് റെസിപ്റ്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇന്റേണൽ ചെക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു സെപ്പറേറ്റ് ക്യാഷ്യറിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് റെസിപ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആസ് സൂൺ ആസ് ക്യാഷ് ഈസ് റിസീവ്ഡ് ഇറ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ റഫ് ക്യാഷ് ബുക്ക് ആൻഡ് ഓർ ഇൻ ക്യാഷ് ഡയറി. ക്യാഷ് ഡയറിയിൽ അല്ലെങ്കിൽ റഫ് ക്യാഷ് ബുക്കിൽ എനിവേ നമ്മളൊരു ക്യാഷ് റെസിപ്റ്റ് കിട്ടുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളൊരു റൂള് കൊണ്ടുവരിക. അതുപോലെ തന്നെ ലെറ്റർ കണ്ടെയ്നിങ് റെമിറ്റൻസ് മസ്റ്റ് ബി ഓപ്പൺഡ് ബൈ എ റെസ്പോൺസിബിൾ ഓഫീഷ്യൽ. ചെക്ക്, ഡ്രാഫ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരിക്കണം എന്നുള്ളത് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ റെസിപ്റ്റുകൾ ഷുഡ് ബി ബാങ്ക്ഡ് ഡെയിലി. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഓൾ ക്യാഷ് റെസിപ്റ്റ് ബി അക്നോളജ് ബൈ മീൻസ് ഓഫ് പ്രിൻറ്റഡ് റെസിപ്റ്റ്. പ്രിൻറ്റഡ് റെസിപ്റ്റ്സിനും എല്ലാ ക്യാഷ് റെസിപ്റ്റ്സിനും ഒരു പ്രിൻറ്റഡ് റെസിപ്റ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അണ്ടർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ കമ്പ്യൂട്ടർ പാസ്വേർഡ്സ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ ഡേറ്റ. അങ്ങനെ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഡെവലപ്ഡ് സിസ്റ്റം അനുസരിച്ച് നമുക്ക് നമ്മുടെ റെലവൻറ്റ് ഇൻഫർമേഷൻസ് സേഫായിട്ട് സൂക്ഷിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാം. ഓൾ കസ്റ്റമർ ഷുഡ് ബി റിക്വസ്റ്റഡ് ടു മേക്ക് പേയ്മെൻറ്റ് ബൈ ക്രോസ്ഡ് ചെക്ക്. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡിംഗ് ടു ക്യാഷ് റെസിപ്റ്റ്സ് അവിടെ കംപ്ലീറ്റ് ആവും. ഇനി പേയ്മെൻറ്റ്സ് ആണെങ്കിലോ, പേയ്മെൻറ്റ് മെയ്ഡ് അഗെയിൻസ്റ്റ് ഫിക്റ്റീഷ്യസ് വൗച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Payment against vouchers may be inflated by altering the original bills, etc. Payments made without receipt of good or fictitious orders. ഒരു എക്സസ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റോങ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇന്റേണൽ ചെക്ക് ഈസ് ഗുഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മേ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചറും പ്രിൻസിപ്പളിൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു എററാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റേണൽ ചെക്കിലൂടെ ഇറ്റ് വിൽ ബി ഐഡൻറ്റിഫൈഡ് അല്ലേ. ഓക്കെ, ഇനി പെറ്റി ക്യാഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ്സ് രണ്ട് രീതിയിലുണ്ടാവും. ബിഗ് എമൗണ്ട്സ് ഉണ്ടാവും, സ്മോൾ എമൗണ്ട്സ് ഉണ്ടാവും. സ്മോൾ എമൗണ്ട്സ് പൊതുവെ ഹാൻഡിൽ ചെയ്യുന്നത് പെറ്റി ക്യാഷിലാണ്. ഫോളോയിങ് ഇന്റേണൽ ചെക്ക് ഈസ് സജസ്റ്റഡ്. എ സെപ്പറേറ്റ് പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ഫോർ ഡീലിംഗ് വിത്ത് പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ് ഡീൽ ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. പെറ്റി ക്യാഷ് ബുക്ക് ഷുഡ് ബി കെപ്റ്റ് ഓൺ ദ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രണ്ട് സിസ്റ്റം ഉണ്ട്. അതിലൊരു സിസ്റ്റമാണ് ഈ പറയുന്നത്. Then petty cashier should make petty cash payments out of the petty amount provided by the main cashier. മെയിൻ ക്യാഷർ കൊടുത്തിട്ടുള്ള എമൗണ്ടിനുള്ളിൽ നിന്ന് തന്നെ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തണം എന്നുള്ളത് കൺഷ്യൂർ ചെയ്യാം. പേയ്മെൻറ്റ് ഓവർ എ സെർട്ടൻ എമൗണ്ട് ഷുഡ് നോട്ട് ബി പെയ്ഡ് ഔട്ട് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ ടു ദ പോയിന്റ് ആണ്. ഇതിനകത്ത് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനും മാത്രം അധികം ഒന്നുമില്ല. എല്ലാം
പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും പോയിന്റ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേജസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ചെക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോളോയിങ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി റിഗാർഡിംഗ് വേജ് ഷീറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇൻക്ലൂഷൻ ഓഫ് ഫിക്റ്റീഷ്യസ് ഡമ്മി നെയിംസിൽ പേയ്മെന്റ്സ് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ് നടക്കുമ്പോൾ സംഭവിക്കുന്നതിന് എന്താ പറയുക, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്, വേജ് റേറ്റ് കൂട്ടി എഴുതുക എന്നിട്ട് കുറഞ്ഞ റേറ്റിൽ തന്നെ പേയ്മെന്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലറിക്കൽ എറേഴ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റിൽ ഉണ്ടാവുന്ന ക്ലറിക്കൽ എറേഴ്സ് എവിടെയും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ക്ലറിക്കൽ എറേഴ്സ്. There may be fraudulent manipulation or unclaimed wages. Error or fraud in time of work അല്ലെങ്കിൽ piece of work record. ഇങ്ങനെയുള്ള എറർ, റെഗുലാരിറ്റി അല്ലെങ്കിൽ ഫ്രോഡൊക്കെയാണ് ഇവിടെ വേജിൻ്റെ ഒരു കാര്യത്തിൽ നടക്കാനായിട്ട് സാധ്യതയുള്ളത്. യെസ്, ദെൻ നമ്മൾ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റ്സ് അതുപോലെ തന്നെ ഡ്യൂട്ടീസ്. താഴെ പറയുന്ന ആൾക്കാർക്ക് ആരാവാൻ പറ്റില്ല, ഒരു ഓഡിറ്റർ ആവാനായിട്ട് പറ്റില്ല. ആരൊക്കെയാണ്? ബോഡി കോർപ്പറേറ്റ് ഓഫീസർ അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദ കമ്പനി, പേഴ്സൺ ഹു ഈസ് എ പാർട്ട്ണർ അല്ലെങ്കിൽ ഹു ഈസ് എംപ്ലോയി ഓഫ് എൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി, ഇൻഡെപ്റ്റഡ് ആണ്, കമ്പനിയുമായിട്ട് 1000 രൂപയിൽ കൂടുതൽ ഒരു എമൗണ്ടിന് ഇൻഡെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പേഴ്സൺ ഹു ഈസ് എ ഡയറക്ടർ, മെമ്പർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി, ഹു ഈസ് ദ സെക്രട്ടറി, ട്രഷറർ ഓഫ് ദ കമ്പനി. കമ്പനിയായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഓഡിറ്റർ ആവാനായിട്ട് പറ്റില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. യെസ്, എ പേഴ്സൺ ഹു ഈസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് മോർ ദാൻ 5% ഓഫ് ക്യാപിറ്റൽ ഓഫ് പബ്ലിക് കമ്പനി, ഹു ഈസ് എ സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ ഓഫ് ദ കമ്പനി. If auditor become disqualified after his appointment, he shall be deemed to have vacated. അപ്പോയിൻമെൻറ്റിന് ശേഷം ഒരിക്കൽ ഓഡിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു, അതിന് ശേഷം ഡിസ്ക്വാളിഫൈഡ് ആകുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് വെക്കേറ്റഡ്, അതായത് ആൾ റിസൈൻ ചെയ്ത ആ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവ്രി കമ്പനി, ഈവൻ എ പ്രൈവറ്റ് കമ്പനി, ഹാസ് അപ്പോയിൻറ്റ് എൻ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡിറ്റ് ഫേം ആവാം, അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, നമ്മളൊരു അപ്പോയിൻമെൻ്റ് ആണ് നടത്തുന്നത്. ഫസ്റ്റ് ഓഡിറ്റർ ഷെൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കമ്പനി തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് ഒരു ടൈം ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സ് ഷെൽ ബി അപ്പോയിൻറ്റഡ് അറ്റ് എവരി ആനുവൽ ജനറൽ മീറ്റിംഗ്. അതാരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിനെ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാതിരിക്കും. ഫസ്റ്റ് ഓഡിറ്റർ ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ബോർഡാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സബ്സിക്വൻ്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഓഡിറ്റർ കഴിഞ്ഞിട്ട് ആരൊക്കെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റഡ് ആവുന്നുണ്ടോ ആ ഓഡിറ്റേഴ്സിൻ്റെ ഒക്കെ പേരെന്തായിരിക്കും? സബ്സിക്വൻ്റ് ഓഡിറ്റേഴ്സ് എന്നായിരിക്കും. അവരുടെ അപ്പോയിൻമെൻറ്റ് ആരാണ് നടത്തുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്പനി ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ. ഷെയർ ഹോൾഡറിന് ഒരു ഓഡിറ്റർ ആരായിരിക്കും? ഒരു ഏജന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പനിക്ക് അതൊരു ഓഫീസറായിരിക്കും, ഓൾസോ ഒരു സെർവൻറ്റ് ആയിരിക്കും. ഈ 3 രീതിയിലും ഉള്ളൊരു പൊസിഷനും ആർക്കുണ്ട്? ഓഡിറ്ററിന് ഉണ്ട്. റൈറ്റ്സ് ആൻഡ് പവേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, പവർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു.
അതുപോലെ തന്നെ റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. എല്ലാ വൗച്ചേഴ്സ് ആയാലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലായാലും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഓഡിറ്ററിന് ഉണ്ട്. ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. അതുപോലെ തന്നെ റോങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്ററിനുണ്ട്. കമന്റ് ഓൺ ഇൻആഡിക്വസി ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ഇന്റേണൽ കൺട്രോൾ ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്വൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്ററിന് ഉണ്ട്. ടു റിസീവ് എ നോട്ടീസ് ആൻഡ് അറ്റൻഡ് ജനറൽ മീറ്റിംഗിന്റെ നോട്ടീസ് കിട്ടാനും അറ്റൻഡ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട് ആർക്ക്? ഓഡിറ്ററിന്. യെസ്, ദ റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് റൈറ്റ് ടു ബി ഇൻഡെംനിഫൈഡ്. റിസീവ് റെമ്യൂണറേഷൻ കിട്ടാനുള്ള ഒബ്വിയസ്ലി റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യണം. വേറെ ആരാ സൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ഓൺലി ഓഡിറ്ററിൻ്റെ മാത്രം ഒരു അവകാശമാണ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുക എന്നുള്ളത്. റൈറ്റ്സ് അല്ലെങ്കിൽ പവേഴ്സ് മാത്രമല്ല, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടെ ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഉണ്ട്, നിയമപരമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ എറ്റിക്വറ്റ് വെച്ചിട്ടുള്ള ഡ്യൂട്ടീസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്താണ്? എൻക്വയറീസ് നോക്കുക, അതുപോലെ തന്നെ റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്റിന് ഡയറക്ഷൻ ഫോളോ ചെയ്യുക എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. സർട്ടിഫൈഡ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി, പ്രോസ്പെക്ടസിൽ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തെല്ലാം ഒരു സ്റ്റാറ്റ്യൂട്ട് പറയുന്ന പ്രകാരം ആഡിറ്റർ ഡ്യൂട്ടിയാണ്, ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. കോമൺ ലോയിൽ എന്തൊക്കെയാണ്? ടു അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റീസ് ഓഫ് ഇൻഡസ്ട്രീസ്. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ കമ്പനി യൂസ് ചെയ്യേണ്ട ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അത് നടക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. പൊസിഷൻ ഓഫ് കറണ്ട് അസറ്റ്, അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോർസ് എക്സെട്ര. ഈ ഒരു കോമൺ ലോ പ്രകാരം ഇതുപോലുള്ളതാണ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്യൂട്ടീസ് എന്നുള്ള ചോദിക്കുമ്പം കോമൺ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് എസ്സേയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒരുമിച്ച് ചോദിക്കാനാണ് സാധ്യതയുള്ളത്. സിംഗിളായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതായിരിക്കും. യെസ്, ദെൻ പ്രൊഫഷണൽ എറ്റിക്വറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എവറി ഓഡിറ്റർ ഷുഡ് ക്യാരി ഓൺ ഹിസ് ഡ്യൂട്ടി വിത്ത് ഡ്യൂ റിഗാർഡ് ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പബ്ലിക് ഇൻട്രസ്റ്റിന് റിഗാർഡിലായിരിക്കണം, പബ്ലിക് ഇൻട്രസ്റ്റിനെതിരായിട്ടായിരിക്കരുത് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ആണ്. അതുപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം, കോമ്പറ്റൻ്റ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മൾ നേരത്തോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഇൻഫർമേഷൻ അബൌട്ട് വർക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഓഡിറ്റേഴ്സ് ഷുഡ് സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ACCA, അവരുടെ മദർ ബോഡി ആയിട്ടുള്ള ACCAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗ്രേറ്റ് ഓഡിറ്റർ. ഓക്കെ, ദെൻ ബാക്കി കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസും കൂടെ വെച്ചിട്ടുണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആണ്, ജസ്റ്റ് വായിച്ചു വെക്കുക, അത്രയൊക്കെ തന്നെയാണുള്ളത്. സ്പെഷ്യൽ ഓഡിറ്റ് ഓഫ് കമ്പനി, ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഈസ് എംപവേർഡ് ടു ഡയറക്ട് സ്പെഷ്യൽ ഓഡിറ്റ് ഇൻ സർട്ടൻ കേസസ് ആൻഡ് സ്പെഷ്യൽ ഓഡിറ്റേഴ്സ് ഇൻ കേസ് സെൻട്രൽ ഗവൺമെന്റ് is of opinion that affairs of the സെൻട്രൽ ഗവൺമെന്റിന് ചില സമയത്ത് സ്പെഷ്യൽ ഓഡിറ്റ്, ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചില കമ്പനികൾക്ക് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം എന്താണ്, അത് കമ്പൽസറി ആണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സിറ്റുവേഷൻസ് കാരണം എന്ത് ചെയ്യാറുണ്ട്? മാൻഡേറ്റ് ചെയ്യാറുണ്ട്. ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മാൻഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ ഓർഡർ ഇടാനുള്ള റൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എപ്പോഴാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ? അഫയേഴ്സ് ഓഫ് കമ്പനി ആർ നോട്ട് ബീങ് മാനേജ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സൗണ്ട് ബിസിനസ് പ്രിൻസിപ്പിൾസിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? ഇങ്ങനെ
ചെയ്യാനായിട്ട് പറ്റും. എനി കമ്പനി ഈസ് ബീങ് മാനേജ്ഡ് ഇൻ ദ മാനർ ലൈക്ക് ടു കോസ് സീരിയസ് ഇഞ്ചുറി ഓർ ഡാമേജ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ട്രേഡ്, ഇൻഡസ്ട്രി, ബിസിനസ്, അല്ലെങ്കിൽ പബ്ലിക്കിനോ ബിസിനസ്സിനോ ഇൻഡസ്ട്രിക്കോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്ന രീതിയിലാണ് ബിസിനസ് പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ്റിന് സ്പെഷ്യൽ ഓഡിറ്റിന് ഓർഡർ കൊടുക്കാനായിട്ട് പറ്റും, ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനി ഒരു ഇൻസോൾവൻസിയിലേക്ക് വരുന്നൊരു കേസാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് നടത്താനായിട്ട് ഓഡിറ്ററിന് ഡയറക്റ്റ് ചെയ്യാം. ഇനി ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ക്രിമിനൽ ലയബിലിറ്റീസ് ഉണ്ടാവും, സിവിൽ ലയബിലിറ്റീസ് ഉണ്ടാവും. സിവിൽ ലയബിലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്, സിവിൽ ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആൻഡ് മിസ്ബിഹേവിയൻസ്, അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, ക്രിമിനൽ ലയബിലിറ്റീസ് ഓഫ് കമ്പനി ഓഡിറ്റർ. ഇത്രയുമാണ് സിവിൽ ലയബിലിറ്റിയിൽ പറയുന്നത്. ഇത് കുറച്ച് എന്താ പറയുക, ചാർജ് എഗനിസ്റ്റ് ഓഡിറ്ററിനെതിരെ വരാനുള്ള കുറച്ച് പ്രൊവിഷൻസ് ആൻഡ് അതിൻ്റെ സെക്ഷൻസ്, അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. സോ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു മേക്ക് റിപ്പോർട്ട്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഓഡിറ്റിങ്? എക്സ്പ്രസ് ആൻഡ് ഒപ്പീനിയൻ. ഒപ്പീനിയൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത് റിപ്പോർട്ടിലൂടെയാണ്, അല്ലേ? ടു മേക്ക് ദ റിപ്പോർട്ട് ടു ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി ഓൺ അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് ഓൺ എവറി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൺ എവറി അതർ ഡോക്യുമെന്റ്സ് ഡിക്ലെയർഡ് ബൈ ദ ആക്ട് ടു ബി annexed to the balance sheet or profit and loss account which are laid before the company in general meeting during his tenure of office. Such a report is known as audit report. ഇപ്പം നമ്മൾ വായിച്ചത് മീനിങ് അല്ല, ഡെഫിനിഷനാണ്, അതുകൊണ്ടാണ് നമുക്ക് ബോറടിച്ചത്. സോ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആൻ ഓഡിറ്റർ ഇസ് റിക്വയർഡ് ടു മേക്ക് എ റിപ്പോർട്ട്. ഓഡിറ്റർ സംഭവം ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. എന്തിനു മേലിലാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ടു ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഓണേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തിൻ്റെ മേലിലുള്ള റിപ്പോർട്ടാണ്? ഓൺ ദ അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം, അതുപോലെ തന്നെ ഓൺ എവറി ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മറ്റ് അതർ ഡോക്യുമെന്റ്സ് ഡിക്ലെയർഡ് ബൈ ദ ആക്ട് ടു ബി അനെക്സ്ഡ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് അനെക്സ് ചെയ്യണം എന്ന് സ്റ്റാറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള അർജുൻ ബാക്കി ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി വരുന്നത് 19 ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നുണ്ടാവും. യെസ്, ആ ഒരു ഡേറ്റ് ആയിരിക്കണം. കൺഫേം പറയാം, കാരണം നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും. 19-ാം തീയതിയാണ് നമുക്ക് മെയിനായിട്ട് അടുത്ത ഒരു ലൈവ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് തലേദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് 21st എക്സാം, സോ 20th ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു ലൈവ് ഉണ്ടാവും. 19th ബാക്കി നമുക്ക് പെൻഡിങ് പോർഷൻസിലുള്ള ലൈവ് ഉണ്ടാവുക. അവിടെ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റി നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അതുപോലെ തന്നെ മേജർ ഫെയിലിയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഒക്കെ നമ്മൾ അവിടെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ്. യെസ്, ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് നന്നായിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അൺബയസ്ഡ് ആയിരിക്കണം, ഫ്രീ ഫ്രം മിസ്റ്റേക്സ്, സജഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്, ലെങ്തി ആവാനായിട്ട് പാടില്ല, ബ്രീഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഒരു ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമുക്ക് ആ ഒരു റിപ്പോർട്ടിലൂടെ മനസ്സിലായിട്ടുണ്ടാവണം. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ഓഡിറ്ററിൻ്റെ ആ ഒരു ഓഡിറ്റ് പ്രൊസീജിയറിൽ നിന്ന്, ഓഡിറ്റ് വർക്കിൽ നിന്ന് ഈ കമ്പനി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ മനസ്സിലാക്കിയ കാര്യം ട്രൂ ആയിട്ട് റിപ്പോർട്ടിൽ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. അത് മേ ബി ട്രൂ അല്ല എന്നുള്ളൊരു ഇതാണെങ്കിൽ പോലും, ഇന്ന ഭാഗങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ട്രൂ ആയിട്ട് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫാക്ച്വൽ ഇൻഫർമേഷൻസ്, ഫോഴ്സ്ഫുൾ ആൻഡ് കൺവിൻസിങ് and justifying the benefit of shareholders, not for the benefit of directors.
ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റിലാണ്, അതായത് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നവരായിരിക്കും, പക്ഷെ ഓണേഴ്സ് അല്ല അവരും എന്താണ് റെമ്യൂണറേറ്റ് സാലറീഡ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെയാണ്. ഷെയർ ഹോൾഡറിന് ഷെയർ ഹോൾഡറിന്റെ ബെനിഫിറ്റിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? ഓൾ ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ദാറ്റ് ഹി കൺസിഡർ നെസസറി ഫോർ ദ ഓഡിറ്റ്, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് റിക്വയർഡ് ബൈ ലോ, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് ബ്രാഞ്ചസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ഇൻ എഗ്രിമെന്റ് വിത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ് ഫ്രം ബ്രാഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതെല്ലാം ഇൻ ഓർഡർ ആണ് അല്ലെങ്കിൽ ഇൻകമ്പയറബിൾ ആണ് എന്നുള്ളത് എടുക്കണം. പിന്നെന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നുള്ളത് നമ്മൾ സെക്ഷനിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. Then whether balance sheet and profit and loss account give information as required by Companies Act in the manner true and fair view is on. സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എവിടെ ഉണ്ടാവണം? ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. സോ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്താണ്? സർട്ടിഫിക്കറ്റ് ഇസ് ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഓഡിറ്റർ മേക്സ്. ഇറ്റ്സ് എൻ അബ്സല്യൂട്ട് അഷുറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 100% അഷുറൻസ് തരുന്നില്ല. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അഷുറൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ പറയുന്ന ഈ ഒരു അബ്സല്യൂട്ട് അഷുറൻസ് നമുക്ക് കിട്ടില്ല. ഇത് ലഭിക്കുന്നത് ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ മാത്രമേ, ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് അഷുറൻസ് നമുക്ക് കിട്ടുള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. സർട്ടിഫിക്കറ്റിൽ എന്താണ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇതാണ്, ദിസ് ഇസ് ദാറ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് തെറ്റാണെങ്കിൽ തെറ്റാണ്, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണ് എന്ന് കറക്റ്റായിട്ട് പറയുന്നത് എവിടെയാണ്? സർട്ടിഫിക്കറ്റിൽ ആണ്. മറ്റടുത്ത് ഒപ്പീനിയൻ ആണ് എവിടെ? ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. Audit report is based on facts, estimates, assumptions. Audit certificate എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡോക്യുമെന്ററി എവിഡൻസസ്, വോച്ചേഴ്സ്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്, അതൊരു ഗ്യാരണ്ടി അല്ല. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഗ്യാരണ്ടി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയാണ്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി അല്ല. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു ഓഡിറ്ററിനെ നമുക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. പക്ഷെ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്താൽ അവിടെ ഓഡിറ്റർ എന്താവും? ലയബിൾ ആവും. യെസ്. ദെൻ ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്താണ്? ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് കമ്മിറ്റി ഫോംഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദിസ് കമ്പനി. Audit committee is entrusted with the authority to supervise the process of financial reporting of the company, including issues related to audit functions, review of financial policies and risk management. ഒരു കമ്മിറ്റീനെ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ എന്ത് ചെയ്യുന്നു? കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഉള്ളതാണോ? യെസ്, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ടോപ്പിക്കാണോ പറയുന്നത് അർജുൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. നമ്മുടെ വൃന്ദ മിസ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം പക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, യെസ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അർജുൻ? ഓഡിറ്റ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ റെഫർഡ് ബൈ ബോർഡ് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളത്. പീരിയോഡിക്കൽ ഡിസ്കഷൻ വിത്ത് സ്റ്റാറ്റ്യൂട്ടറി അബൌട്ട് ദ ടെർമിനൽ കൺട്രോൾ ഓഡിറ്റർ, ഒബ്സർവേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ പീരിയോഡിക്കൽ ഡിസ്കഷൻ ആണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദെൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക്
ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്നുള്ളത്. ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് പഠിച്ചിരിക്കാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ ഓഫ് ബിസിനസ് ഫ്രം ഹൈയസ്റ്റ് ലെവൽ downward in order to ascertain whether sound management prevails throughout, thus facilitating the most effective relationship with the outside world and most efficient organization and smooth running of internal organization. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്? ഒരു ഹയർ ലെവൽ, ഒരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള ഫങ്ഷനിങ്സ് കറക്റ്റായിട്ടാണോ പ്രോപ്പറായിട്ടാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഡെഫിനേഷൻ പഠിക്കാൻ ടഫ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തിട്ട് പഠിക്കും. യെസ്. ഇനി റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സിനെ പറ്റി നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എസ്സേ വരാനുള്ള സാധ്യതയില്ല. 2 മാർക്സിന് വരാനുള്ള സാധ്യത, മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം 5 മാർക്സിന് വരാനുള്ള ഒരു സ്കോപ്പാണ് ഈ ഒരു തിയറിയിൽ കാണുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ കാണുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അപ്കമ്മിങ് എന്താ പറയുക ഇയേഴ്സിൽ ഓഡിറ്റിംഗ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനാണല്ലോ മെയിനായിട്ട് നടക്കുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സസിന് ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചെക്ക് ഒരു ഇംപ്ലിമെൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റ് ഇംപ്ലിമെൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോറൻസിക് ഓഡിറ്റ് ഇസ് എ ഡീറ്റെയിൽ എക്സാമിനേഷൻ ഇവാലുവേഷൻ ഓഫ് എ ഫേം ഓർ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ടു കളക്ട് എവിഡൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ കോർട്ട് ലോ ലീഗൽ പ്രൊസീഡിങ്സ്. അതുപോലെ തന്നെ ഇൻ കമ്മിങ് ഇയേഴ്സ് ഓഡിറ്റ് വിൽ ബി കോൾഡ് ആസ് ടു ഇവാലുവേറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവെസ്റ്റേഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ആ ഒരു കേസാണ്. ഈ 3 കാര്യങ്ങളാണ്: സോഷ്യൽ ഓഡിറ്റ്, ഫോറൻസിക് ഓഡിറ്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഇറ്റ്സ് ഓഡിറ്റിംഗ്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിങ്ങായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ്. ഈ കാര്യങ്ങളൊക്കെ ആര് അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഓഡിറ്റർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ പാർട്ട് എ ആയിട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷനാണ് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ടോപ്പിക്സ് നമ്മൾ അടുത്ത ലൈവിൽ ഡിസ്കസ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത ലൈവിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പാർട്ട് ബി കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ആൻഡ് ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇൻകം ടാക്സിൻ്റെ ലൈവ് ഉണ്ടാവും. നിങ്ങൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇൻകം ടാക്സിൻ്റെ ലൈവ് നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്ങും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ടാക്സ് ഫാക്കൽറ്റിയുടെ അടുത്ത് ഈ കാര്യം ഒന്ന് സംസാരിക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പാർട്ട് എ ഓഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ള ഏതെങ്കിലും നമ്മളധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറേ കവർ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അർജുൻ മുസ്തഫ, പിന്നെ ഒരു ഉണ്ട്. യെസ്, അപ്പം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് റിവിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് വേറെ എന്താണ്, പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക, കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. കാണാതെ പഠിക്കാനായിട്ട് ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് സപ്ലി ഒന്നുമില്ലല്ലോ, റാങ്ക് അല്ലേ ഉള്ളൂ. യെസ്, സോ സികാറ്റിൻ്റെ കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുന്ന കാര്യം മറക്കണ്ട. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി നോട്ട്സ് ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഫർദർ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്തിടുക. സോ ഇനി വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. ഷുവർ പാസ് ആണ് ഇത്തവണ നമ്മുടെ എക്സാംസിന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്.